അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചെറിയ നഷാത്തോടു കൂടി തുടങ്ങാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്ത് അതിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു ഗോത്ര വിഭാഗം, ഒരു ജൂത ഗോത്ര വിഭാഗത്തെ ഉപയോഗിച്ചുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ആ ഗോത്രത്തിൻ്റെ പേര് പറയാമോ? ചെറിയ ചോദ്യമാണ്. പുറകിൽ വിളിച്ചു പറയണ്ട, കൈ പൊക്കാം. കൈ പൊക്കിയവരെ കണ്ടില്ല ശരിക്ക്. പുറകിൽ ആദ്യം ഒരാൾ പൊക്കിയിരുന്നു. വിളിച്ചു പറയണ്ട, വിളിച്ചു പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കൈ പൊക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാം. അത് പോയി. സൂറത്ത് ആലി ഇമ്രാൻ അല്ല 31-ാമത്തെ ആയത്ത്. ഉത്തരം അറിയുന്നൊരു കൈവയ്ക്കാതെ കേട്ടോ. ആ ആയത്തിനെ പണ്ഡിതന്മാരൊരു പേര് പറയാറുണ്ട്. ഒരാൾ പൊക്കി, ഒന്നാൾ പൊക്കി, ഒന്നാൾ പൊക്കി. തൊപ്പി വെച്ചൊക്കെ പറഞ്ഞാണ് അതെ. ആയത്തുൽ മെഹന. മാഷാ അല്ലാഹ്, മറക്കാം. അടുത്തൊരവസരം തരാം കേട്ടോ മാഷാ അല്ലാഹ്. ആയത്തുൽ മെഹന. ഈ ചോദ്യം ഇടയ്ക്കുന്ന വരുന്നതായിരിക്കും നല്ല അല്ലേ? ബിസ്മില്ലാ. അടുത്ത ആയത്ത് തന്നെയാണ്. വീണ്ടും സുന്നത്തിൻ്റെ മുഹാഫളത്തിന് വിശദീകരിക്കുകയാണ്. സൂറത്ത് ഷൂറയിലെ 52-ാമത്തെ ആയത്താണ്. സൂറത്ത് ഷൂറ 52-ാമത്തെ ആയത്ത്. അല്ലാഹു തആല പറഞ്ഞു, വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. അല്ലേ? ബാക്കി അവിടെ കൊടുത്തില്ല ആയത്തിൻ്റെ. ഈ ഇവിടെ തെളിവ് എങ്ങനെ ആകുന്നെന്ന് ചോദിച്ചാൽ, വ ഇന്നക ലതഹ്ദി, വ ഇന്നക നിശ്ചയമായും താങ്കൾ, ലതഹ്ദി വഴി കാണിക്കുന്നു, ഹിദായത്ത് കാണിക്കുന്നു. എന്തിലേക്ക്? ഇലാ സിറാത്തിൻ മുസ്തഖീം. സിറാത്ത് എന്ന് പറഞ്ഞാൽ പാത, വഴി എന്നാണ് അർത്ഥം, ത്വരീഖ്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ ശരിയായ. അപ്പം പാതകൾ പലതുണ്ട്. പക്ഷെ റൂട്ട് തെറ്റിക്കഴിഞ്ഞാൽ അത് മുസ്തഖീമല്ല. ശരിയായ പാതയാണ് എന്ത് പറയുന്നത്? മുസ്തഖീം. അപ്പോൾ വിജയത്തിലേക്കുള്ള, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ശരിയായ പാതയിൽ താങ്കൾ വഴി കാണിക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എന്തായിരിക്കും? സിറാത്തും മുസ്തഖീമിലേക്കായിരിക്കും. അപ്പോൾ സുന്നത്ത് സ്വീകരിക്കണോ വേണ്ടേ? വേണം. ഇതാണ് ഈ ആയത്ത് ഇവിടെ കൊണ്ടുവരാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിക്കുന്നതൊക്കെ പിന്നെ സിറാത്തുൽ മുസ്തഖീമിലായിരിക്കും. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞല്ലേ? ഹിദായത്ത് നൽകുന്നു എന്നാണോ? അല്ല. ഹദ ഇല എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ഹിദായത്ത് കാണിക്കുക എന്നാണ് അർത്ഥം.
ഇവിടെ ഇന്നക്കല തഹ്ദി ഇല വന്നു അല്ലേ, ഒരു ഇല. ആ ഇല വരുന്ന അതിനാണ്, ഹിദായത്ത് നൽകലല്ല. നൽകുന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇല വരാതെ പറയുമ്പോൾ മിക്കവാറും ആ ഹിദായത്ത് കൊടുത്തതിനായിരിക്കും. ഈ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുന്നു എന്നും പറയുന്നുണ്ട്. നബി ഹിദായത്തിലേക്ക് കൊടുക്കുന്നു എന്നാണോ കാണിക്കുന്നു എന്നാണുള്ളത്. ഈ ആയത്തിൻ്റെ തുടക്കം നമുക്ക് നോക്കാൻ പറ്റും. വക്കദാലിക ഔഹൈന ഇലൈക റൂഹം മിൻ അംരിന മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. എന്താണ് അർത്ഥം ആയത്തിൻ്റെ? അപ്രകാരം പിന്നെ ഈ വഹി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? താങ്കൾക്ക് നൽകിയിരിക്കുന്നു, അതിനൊരു പ്രകാശമാക്കിയിരിക്കുന്നു. ഖുർആനെ കുറിച്ചാണ് പറയണത് ഈ വഹി. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ആ ഹിദായത്ത് നൽകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാണിക്കലും കൊടുക്കലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കൽ ഇല്ല, എന്തേ ഉള്ളൂ? കാണിക്കലേ ഉള്ളൂ. അള്ളാഹ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇല പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ? ആയത്ത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, പിന്നീട് ക്ലാസ് കഴിഞ്ഞൊന്ന് റെഫർ ചെയ്താൽ അറിയാം. സൂറത്ത് ശൂറയിലെ 52. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ. നഹ്ദി ബിഹി മൻ നശാഉ എന്ന് പറഞ്ഞത്. നാം ഉദ്ദേശിക്കുന്നവരെന്ത് ചെയ്യുന്നുണ്ട്? ഹിദായത്ത് നൽകുന്നുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഹിദായത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 തരം ഹിദായത്തിനെ പരാമർശിച്ചു ഈ ആയത്തിൽ. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഖീദയുടെ കാര്യങ്ങൾ പറയുന്നിടത്ത് ഈ ഹിദായത്തൊക്കെ ചിലപ്പോൾ പരാമർശിക്കാറുണ്ട്. 2 തരം ഹിദായത്ത് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് ഹിദായത്തു തൗഫീഖ്. ഹിദായത്തു തൗഫീഖ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഭാഗ്യം സിദ്ധിക്കുക, അവസരം ഒരുക്കി കൊടുക്കുക. അതാരേ ചെയ്യുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹിദായത്ത് ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇറക്കുക, അവനെ മുഅ്മിനാക്കുക, ഈമാനിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ആർക്കേ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന് കഴിയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ ഹിദായത്ത് നൽകില്ല എന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നബി തങ്ങൾ ഹിദായത്ത് ആഗ്രഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾ ഹിദായത്തിലാകണം. പ്രത്യേകിച്ച് ആ ആയത്തിൻ്റെ ഒരു സന്ദർഭം അബൂ ത്വാലിബിൻ്റെ വിഷയത്തിലാണ് അല്ലേ. അബൂ ത്വാലിബ് ഹിദായത്തിലായി കാണാൻ ആഗ്രഹിച്ചിരുന്നു. വഫാത്തിന് മുമ്പ് പോലും പോയി ദഅവത്ത് ചെയ്തിരുന്നു. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ വഹജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. ഒരു കലിമത്ത്. കാരണം പുള്ളിക്ക് എന്തുണ്ട്? സത്യം അംഗീകരിച്ചിട്ടുണ്ട്, ഖൽബ് കൊണ്ട് ഇഖ്റാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ആകാൻ എന്തുകൂടെ വേണം? നാവൂടെ പറയണം. ഇല്ലാതെ പിന്നെ മുസ്ലിം ആകാൻ കഴിയില്ല. നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഹൃദയത്തിൽ കുഫർ ഒളിപ്പിച്ചാൽ മുനാഫിക്കാണ്. ഹൃദയത്തിൽ ഈമാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും നാവ് കൊണ്ട് പറയാതിരിക്കുകയും ചെയ്താൽ കാഫിറാണ്. രണ്ടും വേണം. പിന്നെ അമലും വേണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അല്ല. ഈമാനു ഖൗലും ബിൽ ലിസാൻ ഇഅ്തിഖാദും ബിൽ ജനാൻ അമലും ബിൽ അർക്കാൻ. നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ബാഹ്യാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക, എന്നാലേ ഈമാനാകും. അബൂ ത്വാലിബ് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചില്ല. ആ സമയത്ത് മുശ്രിക്കുകളിലെ ചില നേതാക്കൾ, അബൂജഹൽ അടക്കമുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് നിന്ന് ദഅവത്ത് ചെയ്യുന്നു, ഇവരെന്നിട്ട് എന്താ പറഞ്ഞാൽ ആ തർഗബ് അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങളുടെ വാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിനെ നിങ്ങൾ വെറുക്കുകയാണോ? അപ്പോൾ അബൂ ത്വാലിബിന് തൻ്റെ കുടുംബ മാഹാത്മ്യവും പിതാക്കന്മാരുടെ അതൊക്കെ ഒരു ചിന്ത വന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഞാൻ അതൊക്കെ വിട്ടുപോയ പുത്തനാശയക്കാരനായി എന്നെ നാളെ വായിക്കും. ആ ഒരു പ്രശ്നം മൂപ്പരെ ഈമാൻ നിന്ന് തടഞ്ഞു. കാഫറായാണ് മരിച്ചത്, നഊദുബില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഹിദായത്തിലായി കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. അപ്പോൾ ആ സന്ദർഭത്തിൽ അല്ലാഹ് പറഞ്ഞു താങ്കൾ ഹിദായത്ത് കൊടുക്കുന്നില്ല. ഇവിടെ പറഞ്ഞു ഇന്നക ലാ തഹ്ദി. അവിടെയും ഇന്നക പറഞ്ഞു, ഇവിടെയും ഇന്നക പറഞ്ഞു. ശ്രദ്ധിച്ചോ? തീർച്ചയായും താങ്കൾ ഹിദായത്തിലാക്കുന്നതല്ല ഇഷ്ടപ്പെട്ടവരെ. ഒരിടത്ത് തീർച്ചയായും താങ്കൾ ഹിദായത്തിലേക്ക് വഴി കാണിക്കുമെന്നു ഇവിടെ. വൈരുദ്ധ്യമാണോ? ഒരിക്കലും അല്ല. മറിച്ച് രണ്ടും രണ്ടാണ്.
ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകാൻ കഴിയില്ല. ഇന്നക ല തഹ്ദീ ഇലാ സിറാത്തിൽ മുസ്തഖീം, തീർച്ചയായും താങ്കൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് ശരിയായ മാർഗത്തിലേക്കാണ്. അവിടെ ഇല വന്നു. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. രണ്ട് തരം ഹിദായത്തുണ്ട്. ഇതിൽ അറിയപ്പെട്ട ഖദരിയ മുഅ്തസിലിയ ഒരു വിഭാഗമുണ്ട്. അഹ്ലുസുന്ന ഈ ഹിദായത്തിനെ ചർച്ച ചെയ്യുന്ന അതുകൊണ്ടാണ്. ആദ്യം പറഞ്ഞ ഹിദായത്തു തൗഫീഖ്, രണ്ടാമത്തെ പറഞ്ഞില്ല. അവിടെ ഹിദായത്തു ദലാല എന്നാണ് പറയുക. ഹിദായത്തു ദലാലത്തി വൽ ഇർഷാദ്. ദലാല എന്ന് പറഞ്ഞാൽ എന്താ? ദലീൽ, വഴി കാണിച്ചു കൊടുക്കുക. നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാണ് പിന്നെ ദമ്മാമിലേക്കുള്ള റൂട്ട്, ഇതാണ് വഴി പറഞ്ഞു കൊടുക്കുക, അല്ലേ? അത് നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ അയാൾ അവിടെ എത്തിക്കുക എന്നുള്ളത് കഴിയില്ല. അതാണ് തൗഫീഖും ദലാലത്തും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലേക്ക് പ്രവേശിക്കുക, അവരുടെ ഹൃദയങ്ങളെയും അവരെ ഈമാനിലേക്ക് പ്രവേശിപ്പിക്കേണ്ടവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. തൗഫീഖ് കൊടുക്കുന്നവൻ അവനാണ്. പക്ഷെ അറിയിക്കുക എന്നുള്ള ചുമതല നബിമാർക്കും പ്രബോധകന്മാർക്കൊക്കെ ഉണ്ട്. അവർക്ക് അവരെ ഈമാനിലേക്ക് പിടിച്ച് കയറ്റാൻ കഴിയില്ല. ഇതാണ് ഈമാൻ എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും. അതാണ് ഹിദായത്തു ദലാലത്തി വൽ ഇർഷാദ്. അത് നബിമാർ നിർവഹിച്ചിട്ടുണ്ട്. ഈ ചർച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ പിഴച്ചുപോയ ചില വിഭാഗങ്ങളുണ്ട്. ാണ് ഖദറിൻ്റെ പരിപൂർണമായ പിന്നെ ഉൾസാരം നമുക്ക് അറിയണമെന്നില്ല. അഹ്ലുസുന്ന രണ്ടും ചേർത്താ വായിക്കുക. നമുക്ക് അല്ലാഹു തആല തീരുമാനം, ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ ഖദറിലായിരിക്കും സഞ്ചരിക്കുക. ഇത് രണ്ട് ചേർത്ത് വായിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. മുഅ്തസിലിയ ഖദരികൾ പറയുന്നത് അള്ളാഹുവിന് ഇതിലൊരു ഇടപെടലില്ല. നമ്മളാണ് കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് തന്നെ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദി നമ്മൾ മാത്രം, അള്ളാഹ് ഖദറാക്കിയിട്ടില്ല എന്നാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നത് ഹിദായത്ത് വലാലത്ത് അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ച് സംഭവിക്കുക. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഖദറിൻ്റെ ഭാഗം കൂടിയാണ്. അൽഹംദുലില്ലാഹ്. എന്നാൽ അതിലെന്തുമുണ്ട്? നമുക്ക് അള്ളാഹു തആല കുഫറിനും ഈമാനിനുമുള്ള ഭൗതികമായ തീരുമാനത്തിനുള്ള ഇച്ഛാശക്തി, മശീഅ, അത് തന്നിട്ടുമുണ്ട്. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ഈമാനാണ്, ഇത് കുഫറാണ്, ഇത് മനസ്സിലാക്കാനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹിൻ്റെ ഖദറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മുഅ്തസിലികൾ നിഷേധിച്ചവരാണ് എന്തിനെ? ഹിദായത്ത് അള്ളാഹ് കൊടുക്കുന്നു എന്നതിനെ. അവർ പറയാം അത് നീതിക്ക് യുക്തമല്ല എന്നാണ് പറയാം. പ്രത്യക്ഷത്തിൽ അവരുടെ യുക്തി കൊണ്ട് പറയുന്നതാണ്. അള്ളാഹ് കാര്യങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിയല്ല, മറിച്ച് അടിമകൾ തന്നെ അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അത് നീതിയെന്ന് തോന്നും, പക്ഷെ അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയും ഇൽമിനെയും നിഷേധിക്കലാണ്, കുഫറാണ്, ഭയങ്കരമായ കുഫറാണ്. അടിമകൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അള്ളാഹ് അറിഞ്ഞിട്ടില്ല. പ്രവർത്തിച്ചതിന് ശേഷമേ റബ്ബ് അറിയുന്നുള്ളൂ. അവൻ്റെ ഖുദ്റത്തിന് ഔട്ടാണ് ഇവർ. അപ്പം നമ്മളൊരു കാര്യം, ഒരു മുശ്രിക് ഒരു ഷിർക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ഷിർക്കിനെ കുറിച്ച് അള്ളാഹ് അറിഞ്ഞത് അത് പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ്. അവൻ്റെ ആ പ്രവൃത്തിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുമില്ല, അത് അവൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്തത് ഇവിടെ നടക്കുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ എന്തായി? അള്ളാഹുവിനെ കൂടാതെ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന തത്വത്തിലേക്ക് എത്തുന്നു. പറയാതെ പറയുന്നു. മുഅ്തസിലികൾ പറഞ്ഞിട്ടില്ല സൃഷ്ടാവുണ്ടെന്ന്, പക്ഷെ അവരുടെ വാദപ്രകാരം അതെന്ത് ചെയ്യുന്നു? കാരണം ഒരാളൊരു ഷിർക്ക് ചെയ്യുന്നു, ഒരാളൊരു വ്യഭിചാരം നടത്തുന്നു, ഇത് അള്ളാഹ് സൃഷ്ടിക്കുന്നതല്ല എന്നവർ പറയാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം അടിമ വിട്ടേക്കാണ്. അപ്പോൾ അടിമ തന്നെ അടിമയുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഹിദായത്ത് തിരഞ്ഞെടുക്കുന്നതും തെറ്റ് തിരഞ്ഞെടുക്കുന്നതും അടിമയാണ്. പക്ഷെ അത് അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് അവർ ഒഴിവാക്കി. അതാണ് പ്രശ്നം. നമുക്കും അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതാണ്. ഖുർആനിലും സുന്നത്തിലും ഖളാ ഖദറിൻ്റെ മസല സ്ഥിരപ്പെട്ടതാണ് എന്നല്ല. ഉസൂലുൽ ഈമാൻ്റെ, അർക്കാനുൽ ഈമാനിൻ്റെ ഒന്നാണെന്ത്? ഖദറിലുള്ള വിശ്വാസം. ജിബ്രീൽ അലൈഹി സ്വലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവം ഹദീസ് അറിയാമല്ലോ. അൻ തുഅ്മിന ബില്ലാഹി
മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഖദറിൽ ലാസ്റ്റ് പറഞ്ഞല്ലേ, ഖദറിൽ വിശ്വസിക്കണം, അതിൻ്റെ ഖൈറിലും ഷർറിലും. അപ്പോൾ ഉസൂലിൽ പെട്ടതാണ്. അതിന് വന്നിച്ചാൽ പിന്നെ മുർത്തദ്ദാകും. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് ജിബ്രീൽ ഉദ്ധരിക്കുന്ന സമയത്ത് അത് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. ബസ്രയിൽ ആദ്യമായിട്ട് മഅബദ് അൽ ജുഹ്നി എന്ന് പറയുന്ന ഒരാൾ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 താബി പ്രമുഖർ പണ്ഡിതന്മാർ, അബ്ദുറഹ്മാൻ ബിൻ ഹുമൈദും യഹ്യ ബിനു യഅ്മുർ അൽ ഹിമ്യരി എന്ന് പറയുന്ന 2 ആളുകൾ, അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. നമുക്ക് സഹാബാക്കളെ കാണുകയാണെങ്കിൽ അവരോട് ഈ വിഷയം ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ ഇവർക്ക് കിട്ടി. അപ്പോൾ മഅബദ് അൽ ജുഹ്നി ഇങ്ങനെ പറഞ്ഞു വാദിക്കുന്നുണ്ട്, അള്ളാഹു ഖദാഉം ഖദറും നടത്തിയിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്നത്. എന്തിനാണ് റിവായത്ത് ചെയ്യുന്നത് അറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിതാവ് ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. ഈ ഹദീസ് പറയാനുണ്ടായ സന്ദർഭം ഇതാണ്. എന്നിട്ട് ഇബ്നു ഉമർ ഇങ്ങനെ കൂടി പറഞ്ഞു, അവർ ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നതല്ല. കാരണം ഈമാൻ ശരിയായിട്ടില്ല. ഈമാൻ ശരിയായാലേ എന്തും അമലുകൾ സ്വീകരിക്കപ്പെടും. അത്ര മേൽ ഗൗരവമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഹിദായത്തിൻ്റെ മസല അവിടെ പ്രസക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി കാണിക്കുന്ന ആളാണ്, ഹിദായത്ത് കൊടുക്കുന്ന ആളല്ല. അപ്പോൾ അള്ളാഹു ഹിദായത്ത് ചിലർക്ക് വിധിച്ചിട്ടുണ്ട്, അവർക്ക് ഹിദായത്ത് നൽകും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികേട് ചിലർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് വഴികേട് ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും, നമ്മൾ അഖീദയുടെ കിതാബുകളിൽ കാണാം, ഒരാൾക്ക് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഒരാളെ അള്ളാഹു വഴികേടിലാക്കിയിട്ടുണ്ടെങ്കിൽ അതവൻ അർഹനായതുകൊണ്ടാണ്. അള്ളാഹു അവനോട് അനീതി കാണിച്ചിട്ടില്ല. ഇത് ഉറച്ച് വിശ്വസിക്കണം നമ്മൾ. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു ചെറിയ ദർറത്തിൻ്റെ, ചെറിയ ഉറുമ്പിൻ്റെ തൂക്കം പോലും അള്ളാഹു തആല എന്ത് ചെയ്യില്ല? അനീതി കാണിക്കില്ല. അത് ഉറപ്പാണ്. അള്ളാഹു ദുൽമിനെ സ്വന്തത്തിൽ ഹറാമാക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ് ചെയ്യില്ല എന്ന് അവൻ സ്വയം നിഷിദ്ധമാക്കിയ കാര്യമാണ്. ഞാൻ എൻ്റെ ഇബാദുകളോട് ദുൽമ് ചെയ്യുകയില്ല. അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള റബ്ബ് ഒരാൾ നമ്മൾ കാണുന്നു, അവൻ മുശ്രിക്കായി കാഫറായി മരിക്കുന്നു, അത് അവൻ എങ്ങനെയാകുമെന്നും അവൻ്റെ വിഷയത്തിൽ ഏതാണ് അർഹതയുള്ളതെന്നും അള്ളാഹ് അറിഞ്ഞു. നമുക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. 1. 2, ഹിദായത്ത് വെക്കേണ്ട സ്ഥലത്ത് അള്ളാഹ് വെക്കുള്ളൂ. ആ വ്യക്തി ഹിദായത്തിന് ആ മഹല്ല് സന്മാർഗം ഉൾക്കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് എന്നുള്ള അറിഞ്ഞതുകൊണ്ടും ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ടാണത് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹിദായത്ത് നിലനിർത്തുമാറാകട്ടെ. തെറ്റിപ്പോകാനും കയ്യിൽ പോകാനൊക്കെ സാധ്യതയുണ്ട്, അറിയാമല്ലോ. നമ്മൾ സബാത്തിന് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടുതലുള്ള പ്രാർത്ഥനയായിരുന്നു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക. നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. ശരി, ഇതാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഒരായത്ത് പ്രധാനപ്പെട്ടൊരു ഈ വിഷയത്തിൽ പറയേണ്ടതാണ്. സൂറത്തു നൂർ 63-ാമത്തെ ആയത്ത്. ഫൽയഹ്ദരില്ലദീന, ഫൽയഹ്ദർ, അപ്പോൾ കരുതിയിരുന്നു കൊള്ളട്ടെ. ഫൽയഹ്ദർ, ആരാണ് കരുതിയിരിക്കേണ്ടത്? അല്ലദീന, ഒരു കൂട്ടർ. ആ ഒരു കൂട്ടർ അവരുടെ പ്രത്യേകത യുഖാലിഫൂന, എതിരാകുന്നു, എതിർ പ്രവർത്തിക്കുന്നു. ഖാലഫ എന്ന് പറഞ്ഞാൽ എന്താ? എതിർ പ്രവർത്തിക്കുക, ഒന്നിൻ്റെ ഓപ്പോസിറ്റ്, വിരുദ്ധം ചെയ്യുക. അൻ അംരിഹി, അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ വിട്ട്, കൽപ്പനയെ വെടിഞ്ഞ് എന്നർത്ഥം. അവിടെ അൻ വന്നത് അതിനാണ്. അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടാവും. ആയത്ത് നമ്മൾ പരിഭാഷ ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യാതെ ആ പദങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം പദങ്ങൾ അതിൻ്റെ ഘടന മനസ്സിലാക്കാൻ കഴിയും. ഫൽ യഹ്ദർ, അപ്പോൾ കരുതിയിരുന്നു കൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ. ആരാണ്? അല്ലദീന യുഖാലിഫൂൻ, എതിരാകുന്ന ആളുകൾ. അൻ അംരിഹി, അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ ഒഴിവാക്കിക്കൊണ്ട്. അൻ അമർ, അവിടെ അന്ന് വന്നത് ശരിക്ക് അന്നിൻ്റെ ആവശ്യമില്ല. അവിടെ അന്നിൻ്റെ ആവശ്യം ഇല്ല.
അല്ലദീന യുഖാലിഫൂന അംറഹു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അൻ കൊണ്ടുവന്നു, അൻ അംരിഹി. അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുക, അവിടെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. വ്യാകരണശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ ഈ ഒരു ഫെയില്, ഒരു ക്രിയ കൊണ്ടുവരുമ്പോൾ അതിനനുബന്ധമല്ലാത്ത മറ്റൊരു ഹർഫ് കൊണ്ടുവന്നാൽ, ഈ അന്നെന്നുള്ളതൊരു ഹർഫാണ്, വ്യയമാണ്, അത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ആശയം കൂടി അവിടെ ഉൾപ്പെടുത്താനാണ്. അതിന് ഖായിദത്തു തദ്മീൻ എന്നാണ് പറയുക. ഒരു ഫീല് വേറൊരു ഫീല് പറയാതെ അതിൻ്റെ ബന്ധമുള്ളൊരു ഹർഫ് പറഞ്ഞാൽ തന്നെ മതി. ഈ ഫീലിൻ്റെ യുഖാലിഫൂൻ എന്നതിൻ്റെ ഈ സന്ദർഭത്തിൽ യുഖാലിഫൂൻ്റെ അർത്ഥവും കിട്ടും, അവിടെ മാച്ചാകുന്ന വേറൊരു സംഗതിയും കൂടെ കിട്ടും. എന്താണെന്നറിയാമോ? അല്ലദീന യുഖാലിഫൂന മുൻഹരിഫീന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മാറിപ്പോകുന്നവർ, എതിരാകുന്നവർ. ചിലർ വ്യതിചലിക്കാതെ എതിരാകും, അവിടെ അന്നിട്ടതുകൊണ്ടാണ്. ഒരാൾക്ക് ജഹല് കൊണ്ട് എന്ത് ചെയ്യും? നബിയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാം. അയാൾ അറിയില്ല, അയാൾ മാപ്പുണ്ട്. അപ്പോൾ അയാൾ ഈ ആയത്തിൽ പെടും. ഒരാൾക്ക് അറിവില്ല, ഇത് നബി തങ്ങളുടെ സുന്നത്തിനെതിരാണെന്ന് അറിയാതെ ചെയ്തു, അയാൾക്ക് മാപ്പ് കിട്ടും. കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചു. ഒരാൾക്ക് ഖത വന്നു, തെറ്റ്, അബദ്ധം, അയാൾ ഉദ്ദേശിച്ചതല്ല പ്രവർത്തിച്ചത്, അപ്പോഴോ അയാളും ഈ ആയത്തിൻ്റെ താക്കീതിൽ പെടും. ഒരാൾ തൗബ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ലേ, അയാളുടെ ഒട്ടകവും ഭക്ഷണവും എല്ലാം കൂടെ നഷ്ടപ്പെട്ടു. അയാളൊരു വൃക്ഷച്ചോട്ടിൽ ഉറങ്ങിയായിരുന്നു. എണീക്കപ്പോൾ വാഹനവും മൃഗം കാണുന്നില്ല, അയാളുടെ ഭക്ഷണമൊക്കെ അതിലാണ് ഉള്ളത്. പിന്നീട് അയാൾ അലഞ്ഞു തിരിഞ്ഞെടുക്കുമ്പോൾ കാണുന്നു. സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക് എന്ന് പറഞ്ഞു. നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണെന്ന് പറഞ്ഞു. കുഫറല്ലേ? പക്ഷെ അയാൾ അതിൻ്റെ പേരിൽ കുറ്റക്കാരനാണ്? അല്ല, അയാൾക്ക് നാവിലൊന്ന് സ്ഖലിതമാണ്. പിടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഇവിടെ ഒരു മുഖാലഫത്ത് സംഭവിച്ചു, പക്ഷെ അത് തെറ്റാണ്, അബദ്ധമാണ്. പിന്നെ ചിലർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യും, ചില അറിവില്ലായ്മയ്ക്ക് ഉതിർ കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്, ഇളവുകൾ. അപ്പം ഇവിടെ അന്ന് പ്രയോഗിച്ചത് കൃത്യമാണ് ഈ ആയത്തിൽ. അപ്പോൾ അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മുൻഹരിഫീന അൻ അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വേറെയും അർത്ഥങ്ങൾ വന്നു. പിന്നെ യർഗബൂന അൻ അംരിഹി അല്ലെങ്കിൽ റാഗിബീന അൻ അംരിഹി, നബിയുടെ കൽപ്പനയ്ക്ക് താല്പര്യമില്ലാതെ മാറുക. അപ്പോൾ എന്തായി? കരുതിക്കൂട്ടിയുള്ള എതിരാവലാണ്. പിടികിട്ടിയോ? കരുതിക്കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ കരുതിയിരുന്നു കൊള്ളട്ടെ. ഇനിയാണ് താക്കീത്. മനസ്സിലായോ? എന്താണ്? അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് വല്ല ഫിത്നയും പിടിപ്പെടുന്നതിനെ. ഫിത്ന പിടിപ്പെടുന്ന, ഫിത്നയുടെ അർത്ഥം പറയാം ഇൻഷാ അല്ലാഹ്. അവർക്ക് വല്ല ഫിത്നയും, അൻ തുസീബ എന്ന് പറഞ്ഞാൽ മുസീബത്തായി, വിപത്തായി ബാധിക്കുന്നതിനെ, ഫിത്ന ബാധിക്കുന്നതിനെ അവർ കരുതിയിരുന്നു കൊള്ളട്ടെ. അതല്ലെങ്കിലോ ഔ യുസീബഹും, അവരെ ബാധിക്കുന്നതിനെ അദാബുൻ അലീമുൻ. അദാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശിക്ഷ. അലീം എന്ന് പറഞ്ഞാലോ വേദനയേറിയ, വേദന ഉൾക്കൊള്ളുന്ന, വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നതിനെയും കരുതിയിരുന്നു കൊള്ളട്ടെ. ഇവിടെ ഫിത്ന എന്നതിന് നമുക്ക് തഫ്സീറുകളിൽ കാണാം ഷിർക്ക് അല്ലെങ്കിൽ ജിദ്ദ, മതഭ്രഷ്ട്, പിന്നെ തെറിച്ചു പോവുക ദീനിൽ നിന്ന്. ജിദ്ദത്ത് മുർത്തദായി പോവും ഒരു വേള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കരുതിക്കൂട്ടി എതിർ പ്രവർത്തിക്കുമ്പോൾ അവന് ജിദ്ദത്ത് വരാം, അല്ലെങ്കിൽ അവന് ഷിർക്ക് വരാം. പിന്നെയും തഫ്സീറുകൾ കാണാം നിഫാഖ് വരാം, കുഫർ വരാം. ഇതൊക്കെ സംഭവിക്കാം, ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു എന്നറിയുന്നു, അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. പക്ഷെ അതിനെ കരുതിക്കൂട്ടി അതിലേക്ക് മുഖാലഫത്ത് വരുന്നവർ സൂക്ഷിക്കുക. ഇതെവിടേക്കാണ് ചെന്നെത്തുക? ഫിത്നയിലേക്കാണ്. എന്താണ് ഫിത്ന? ഷിർക്ക്, കുഫർ, നിഫാഖ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അതാണ് അതിൻ്റെ തഫ്സീർ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു ഹുവ ഷിർക്ക് എന്നാണ് പറഞ്ഞത്. ഫിത്ന എന്ന് പറഞ്ഞത് ഹിയ ഷിർക്ക്, അത് ഷിർക്കാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഫിത്ന ബാധിക്കുന്നത് ഇവിടെയാണ്. എവിടെ? ദുനിയാവിൽ. ഔ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. അതെവിടെ? പരലോകത്ത്. ദുനിയാവിലും കിട്ടാം എന്ന് തഫ്സീർ വന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനമായി എവിടെ ആയിരിക്കും വേദനയേറിയ ശിക്ഷ? പരലോകത്തായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് അവിടെ അതിൻ്റെ മുറാദ്. ഫിത്ന പല അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഫിത്ന, ഈ ഫത്തന എന്നുള്ളത് എപ്പോഴും ഒരു അഗ്നിയുമായി ബന്ധപ്പെട്ടൊരു
അറബികൾ അടിസ്ഥാനപരമായി ഉപയോഗിച്ചിരുന്ന അതിനാണ്. തീ കൊണ്ട് ചൂടാക്കി എടുക്കുന്നതിനൊക്കെ ഫത്തന എന്ന് ഉപയോഗിക്കും. തീ കൊണ്ട് ശിക്ഷിക്കുന്നതിനെയും ഖുർആനിൽ ഫത്തന എന്ന് പറഞ്ഞു. ഇന്നല്ലദീന ഫത്തനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം. അവിടെ ഫത്തനു എന്നല്ലേ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ ഫിത്ന ചെയ്തു എന്ന് പറഞ്ഞാലോ തീ കൊണ്ട് ശിക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. തീ കൊണ്ട് ശിക്ഷിച്ചു. അപ്പോൾ ഫത്തന എന്നത് ഖുർആനിൽ തീ കൊണ്ട് ശിക്ഷിക്കുക, അഹ്റഖ എന്നർത്ഥം. അവിടെ ആ ഒരു സൂറത്തുൽ ബുറൂജിലെ ആ ആയത്ത് വരുന്നത് മുഅ്മിനീങ്ങളായ ആളുകളെ അഗ്നികുണ്ഡം ഒരുക്കി അതിലേക്ക് എറിയുകയും അവർ വെന്തെരിയുന്ന കണ്ട് ചിരിക്കുകയും രസിക്കുകയും ചെയ്ത സത്യനിഷേധികളെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ഫത്തനുൽ മുഅ്മിനീന എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഫിത്ന ഖുർആനിൽ പരീക്ഷണം എന്ന അർത്ഥത്തിലും വന്നിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഫിത്നയാകുന്നു, പരീക്ഷണമാകുന്നു എന്ന് വന്നിട്ടുണ്ട്. അദാബ് ശിക്ഷ എന്ന അർത്ഥത്തിലും വന്നിട്ടുണ്ട്. ദൂഖൂ ഫിത്നതക്കും, പിന്നെ സൂറത്ത് ദാരിയാത്തിൽ നിങ്ങളുടെ ഫിത്ന നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അത് നിങ്ങളുടെ ശിക്ഷ. ഇങ്ങനെയൊക്കെ ഫിത്നയെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട് വ്യത്യസ്ത വചനങ്ങളിൽ. അപ്പം ഇവിടെ അവർക്കൊരു ഫിത്ന ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിർക്കാണ് മുറാദ്. ഷിർക്ക് നമ്മൾ ആണെങ്കിൽ അതിൻ്റെ തഫ്സീറായി മനസ്സിലാക്കി വയ്ക്കുക, എഴുതുക ഫിത്ന. ശരി, ഇനി ഈ ആയത്തിൽ നമുക്ക് എങ്ങനെ കിട്ടിയത് സുന്നത്ത് മുഹാഫളത്ത് ചെയ്യണമെന്ന്? നമ്മളെ ബാബതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർക്കാണല്ലോ ഈ താക്കീത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സുന്നത്തിലും ഉണ്ടല്ലോ, ഖുർആനിന് പുറമെ ഉണ്ടല്ലോ. അപ്പം നബി വചനങ്ങളായി സ്ഥിരപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ അമ്രാണ്. അതിനെതിരാകുന്നവർ സൂക്ഷിക്കുക. ഈ ആയത്ത് പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ പോലെ ഉസൂലിൻ്റെ പണ്ഡിതന്മാർ, അടിസ്ഥാന കാര്യങ്ങൾ അഥവാ കർമ്മ നിദാനശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്ർ എന്നല്ല ഖുർആനിലും സുന്നത്തിലും വരുന്ന കൽപ്പന, അതിൻ്റെ അടിസ്ഥാന വിധി എന്താ? വിധികളുണ്ടല്ലോ, വാജിബ്, നേരത്തെ പറഞ്ഞ സുന്നത്ത് അല്ലെങ്കിൽ മന്ദൂബ്, ജായിസ് അല്ലെങ്കിൽ മുബാഹ്, മുഹറം അഥവാ നിഷിദ്ധം, മക്രൂഹ് വെറുക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യത്തിൻ്റെ അടിസ്ഥാന വിധി ഇതിലേത് കൊടുക്കണം? വാജിബ് കൊടുക്കണം. അത് ഈ ആയത്തിലുണ്ട്. കാരണം നബിയുടെ അമ്രിനെതിരായവർക്ക് താക്കീതാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു, അതിൻ്റെ ഹുക്കും എന്താ? വാജിബാണ് അടിസ്ഥാനപരമായിട്ട്. പണ്ഡിതന്മാർ പറയാം അൽ അംറു യഖ്തദിൽ വുജൂബ് മാലം യസ്രിഫു സാരിഫുൻ. ഒരു കൽപ്പന പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടു വന്നാൽ അത് ചെയ്യൽ, പ്രവർത്തിക്കൽ നിർബന്ധമാണ് വിശ്വാസിക്ക്. അത് നിർബന്ധമല്ല എന്ന് അറിയിക്കുന്ന തെളിവ് അതിൽ കൂടെ വേണം. മനസ്സിലായോ? അള്ളാഹു കൽപ്പിച്ചതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാകട്ടെ, ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിർബന്ധമാണ്. അത് നിർബന്ധമല്ല എന്ന് അറിയിക്കുന്ന ഒരു തെളിവ് എന്ത് ചെയ്യണം? കൂടെ വരണം. മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. പക്ഷെ അതിൻ്റെ ശൈലി വന്നെങ്ങനെയാണെന്നറിയോ? സൊല്ലു ഖബലൽ മഗ്രിബ്, സൊല്ലു ഖബലൽ മഗ്രിബ്, സൊല്ലു ഖബലൽ മഗ്രിബ്. നിങ്ങൾ മഗ്രിബിന് മുമ്പ് നിസ്കരിക്കൂ. കൽപ്പനയോ അല്ലേ? സൊല്ലു എന്നാണ്, നിങ്ങൾ നിസ്കരിക്കൂ എന്നാണ്, കൽപ്പിക്കുകയല്ലേ. ഈ പറഞ്ഞ തത്വം അനുസരിച്ച് അതെന്താ? നിർബന്ധമാണോ സുന്നത്താണോ? നിർബന്ധമാണല്ലേ, കൽപ്പിച്ചില്ലേ. പക്ഷേ അത് നിർബന്ധമല്ല എന്ന് നബിതങ്ങൾ എന്നെ അറിയിച്ചു. അവസാനം അവിടെ നിന്ന് പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവൻ. പിടിയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കൂ നിസ്കരിക്കൂ കൽപ്പിച്ചു മഗ്രിബിന് മുമ്പ് സുന്നത്തിനെ കുറിച്ച്. എന്നിട്ട് അവസാനം അവിടെ നിന്ന് പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നു, താല്പര്യമുള്ളവൻ. അപ്പം ആ സുന്നത്ത് പ്രബലമാണെന്ന് അറിയിക്കാനാണ് കൽപ്പിച്ചത്. പക്ഷെ അത് നിർബന്ധമല്ല എന്ന് ആര് തന്നെ പറഞ്ഞു തന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നു. അപ്പം അതിനൊരു സ്വാരിഫ് വന്നു, അതിനെ വാജിബിൽ നിന്ന് തെറ്റിക്കുന്നൊരു അറിയിപ്പ്, തെളിവ് വന്നു. അങ്ങനെ തെളിവ് വരാത്തിടത്തോളം കാലം അടിസ്ഥാന വിധി നമ്മൾ കൊടുക്കേണ്ടത്. ഒരു കാര്യം നബിതങ്ങൾ നമ്മളെ കൽപ്പിക്കുകയാണ്, അത് ചെയ്യണം, നിർബന്ധം, ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കിയാലോ കുറ്റം കിട്ടും. വാജിബിൻ്റെ ഹുക്കും അതാണ്. വാജിബിൻ്റെ വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. മാ തൊലബ ഷാരിഉ ഫിഅലഹു തൊലബൻ ജാസിമൻ എന്ന് പറയാം. നിർബന്ധം, ഉറപ്പായിട്ട് ചെയ്യണം, ഒഴിവാക്കാൻ ഒരു ഓപ്ഷനും ഇല്ല, ഇളവില്ല.
അതിന് ഉദറുള്ള ആളുകളാണെങ്കിൽ ഒഴികെ. പിന്നെ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ യുസാബു ഫാഇലുഹു വയു ആക്കബു താരിഖുഹു, ചെയ്താൽ കൂലിയുണ്ട്, ഒഴിവാക്കിയാൽ കുറ്റം, ശിക്ഷ ലഭിക്കും എന്നാണ് പറയുന്നത്. അതാണ് വാജിബ്. നിസ്കാരം, സുബഹി നിസ്കാരം എന്താ ഹുക്മ്? ചെയ്താൽ പ്രതിഫലമുണ്ട്, ഒഴിവാക്കിയാൽ കുറ്റമുണ്ട്. അതേസമയം സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തോ ചെയ്താൽ പ്രതിഫലമുണ്ട്, ഒഴിവാക്കിയാൽ കുറ്റമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ ആയത്തനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ചെയ്തോണം, ഒഴിവാക്കാൻ ഇളവില്ല. അമ്രിൻ്റെ അടിസ്ഥാന വിധി അതാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഒരായത്ത് കൂടെയാണ് ഇതിലുള്ളത്. അത് സൂറത്തുൽ അഹ്സാബിലെ 34-ാമത്തെ ആയത്താണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വദ്കുർന, നിങ്ങൾ സ്മരിക്കുക. ഈ നിങ്ങൾ എന്നുള്ളത് അവിടെ സ്ത്രീ സമൂഹത്തോടാണ് പറയുന്നത്, അഥവാ പ്രവാചക പത്നിമാരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഉപദേശിക്കുന്നതാണ്. ഈ സന്ദർഭം നമ്മൾ ഖുർആൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പ്രവാചക പത്നിമാരോട് പറഞ്ഞു വരുന്ന ഉപദേശങ്ങളും വിലക്കുകളും ഒക്കെ നടത്തിയതിന് ശേഷം പറയുന്നു, വദ്കുർന, നിങ്ങൾ സ്മരിക്കുക. എന്തിനെ? മാ യുത്ല, പാരായണം ചെയ്യപ്പെടുന്നതിനെ, ഓതപ്പെടുന്നതിനെ. യുത്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തിലാവത്തില്ലേ, തിലാവത്ത്, അതിൽ നിന്നാണ് യുത്ല വരുന്നത്. തലാ യത്തുലു എന്ന് പറഞ്ഞാൽ ഓതുക, പാരായണം ചെയ്യുക. അത് യുത്ല എന്ന് പറയുമ്പോൾ പാരായണം ചെയ്യപ്പെടുക. അപ്പോൾ പാരായണം ചെയ്യപ്പെടുന്നതിനെ നിങ്ങൾ സ്മരിക്കുക. എവിടെ? ഫി ബുയൂത്തിക്കുന്ന, നിങ്ങളുടെ ഭവനങ്ങളിൽ. ബൈത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ബുയൂത്ത്. നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നതിനെ നിങ്ങൾ സ്മരിക്കുക. മിൻ, എന്തിൽ നിന്നൊക്കെ? അവിടെ മിൻ എന്നുള്ളത് ബയാനിൻ്റെതാണ്. ആ പാരായണം ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണെന്നുള്ള വിശദീകരിക്കാനാണ് ഈ മിൻ. നമ്മൾ മിൻ എന്ന നിന്ന് എന്ന അർത്ഥം പറയും അല്ലേ? മിൻ ഒരു നിന്ന്, ഒരു സംഗതിയിൽ നിന്ന് തുടങ്ങുക എന്ന് പറയും. സാഫർതു മിൻ മക്കത്ത ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക്. മിൻ തുടക്കം. ഇവിടെ അങ്ങനെയുള്ള ഒരു അർത്ഥമല്ല, മറിച്ച് ഇത് വ്യത്യസ്ത അർത്ഥങ്ങൾ വരാറുണ്ട്. ബയാൻ, ഇനി പറയുന്ന കാര്യങ്ങളാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ്? മിൻ ആയാത്തിൽ, അള്ളാഹുവിൻ്റെ വചനങ്ങളാൽ പാരായണം ചെയ്യപ്പെടുന്നതും, വലി ഹിക്മത്തും. ആയാത്തുള്ള എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹിക്മ എന്ന് പറഞ്ഞാൽ സുന്നത്ത്. ഇതാണ് സലഫുകളിൽ നിന്ന് വന്ന തഫ്സീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് അൽ ഹിക്മ. തത്വജ്ഞാനം നമ്മൾ ഒരു സാമാന്യമായി മലയാളത്തിൽ അർത്ഥം പറയും. അവിടെ മുറാദ് എന്താണ്? ഹിക്മത്തിൻ്റെ മുറാദ് സുന്നത്താണ് ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അപ്പോൾ പ്രവാചക പത്നിമാരോട് പറയണം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഈ ഓതിക്കേൽപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ആയാത്തുകളും ഹിക്മത്തും സ്മരിക്കുക. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പാരായണം ചെയ്യൽ മാത്രമല്ല, അത് പഠിക്കുക, ജീവിതത്തിൽ അമലാക്കുക എന്നൊക്കെയാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. അപ്പോൾ പ്രവാചക പത്നിമാരോട് എന്തുകൂടി സ്വീകരിക്കാനാണ് പറയണത്? ഹിക്മത്തും കൂടെ. ഹിക്മത്ത്, സുന്നത്ത്. അപ്പോൾ നമ്മുടെ അധ്യായം ഏതാ? സുന്നത്തിനെ മുഹാഫലത്ത് ചെയ്യുക, അതിൻ്റെ അതവ് എടുക്കുക എന്നുള്ളത്. അപ്പം അതിനുള്ള കൽപ്പനയാണ് ഇവിടെ. അള്ളാഹു തആല കൽപ്പിക്കണം, ഉദ്കുർന, സുന്നത്തിനെ ദിക്ർ ചെയ്യണം. കഴിഞ്ഞു. ഇത്രയും ആയത്തുകളാണ് ഈ വിഷയത്തിലുള്ളത്. ഒരു ചോദ്യം ചോദിക്കാം. അറിയുന്നവർ കൈ പൊക്കിയാൽ മതി, ഉത്തരം പറയണ്ട. 2 തരം ഹിദായത്തുകളെ കുറിച്ച് പറഞ്ഞു. ആദ്യം പൊക്കിയ ആള് ഇദ്ദേഹമാണ്. അതിന് 2 തരം ഹിദായത്തുകളെ കുറിച്ച് പറഞ്ഞു. ആ ഹിദായത്തുകൾ ഏതൊക്കെയാണ് പറയാമോ? ആദ്യം ഇദ്ദേഹമാണ് കൈ പൊക്കിയത്. പറയാം. ഹിദായത്ത് തൗഫീഖും ഹിദായത്ത് ദലാല വൽ ഇർഷാദ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് അടുത്ത ആൾ പറയണം. നിങ്ങൾ പിന്നെ പറയും. നിങ്ങൾ കൈ വയ്ക്കിട്ട് 2 അവസരം.
അതിൻ്റെ വ്യത്യാസം ഒന്ന് അള്ളാഹു ആ കാണിച്ചു കൊടുക്കുന്നത്. ആദ്യം തൗഫീഖ് നബിക്ക് കഴിയോ? ഇല്ല. പുറകിന്ന് കൈ പൊക്കിയില്ലാട്ടോ, ഫ്രണ്ടിൽ തന്നെ. സ്ത്രീകളുണ്ടോ? പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഉത്തരം പറയാൻ കഴിയാം? ഇതൊരു പ്രോത്സാഹനമാണ്. അറിയുന്നവരൊക്കെ ഉണ്ട്, ചിലരൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. പ്രോത്സാഹനം ഒന്ന് കരുതിയാൽ മതി. അല്ല എങ്ങനെ ഇനിയിപ്പോൾ ഹദീസ് എത്രത്തോളം തീരുമെന്ന് അറിയില്ല. പറ്റുന്ന കുറച്ച് ഹദീസുകൾ എന്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. എന്തായാലും നമുക്ക് ജുമ ഉള്ള ദിവസമാണ്, ഒരുപാട് കാര്യങ്ങൾ. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയാണ്, വൽ ആയാത്തു ഫിൽ ബാബി കസീറ. ഈ വിഷയവുമായിട്ട് ആയത്തുകൾ ധാരാളമാണ്. പക്ഷെ തൽക്കാലം പത്തായത്തുകൾ അല്ലേ, 10 ആയത്തുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ധാരാളമാണ്. ഇനി അമ്മൽ അഹദീസ്, എന്നാൽ ഹദീസുകൾ നോക്കാം. ചിലത് അതും ധാരാളമാണ്, ചില ഹദീസുകൾ കൊടുക്കുന്നുണ്ട്. 11 ഹദീസുകൾ, 11ന്റെ കീഴിൽ 2 വ്യത്യസ്ത റിവായത്തുകളും കൊണ്ടുവരുന്നുണ്ട്. ശരി, 11-12 ഹദീസുകളുണ്ട്. ഒന്നാമത്തെ ഹദീസ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു. അവിടെ അൻ എന്നുള്ളത് പിന്നെ റിവായത്ത് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അൻ. അത് അത്രേ ഉപയോഗിക്കുള്ളൂ, അന്ന് മാത്രമേ കൊണ്ട്. അന്നിന് ഒരു പിന്നെ നമുക്ക് അറിയാം, അറബി ഭാഷയിൽ വാചകം സെൻറ്റൻസ് ഉണ്ടാകുന്നത് 3 ഭാഗങ്ങൾ കൂടി ചേർന്നാണ്. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് സ്വമേധ അർത്ഥമുള്ളതാണ്, പക്ഷെ അതൊരു പ്രത്യേക സമയത്ത് സംഭവിച്ചതൊന്നുമല്ല. സ്വമേധ ഒരു അർത്ഥമുള്ളതാണ്. മനുഷ്യൻ, മൃഗം, ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫിഅല് രണ്ടാമത്തെ ഫിഅലാണ്. അത് ഒരു കാലത്ത് സംഭവിച്ചതായിരിക്കും. കഴിഞ്ഞു പോയതോ നടക്കുന്നതോ വരാനിരിക്കുന്നതായ കാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെയാണ് ഫിഅൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ വ്യയം. അതിന് സ്വമേധ എന്തില്ല, അർത്ഥമില്ല. ഇപ്പൊ ഫി, ഇൽ എന്നാണ് അർത്ഥം. ഇല, ലേക്ക് എന്നാണ് അർത്ഥം. ഓക്കെ. അസമക്കു ഫിൽ മായി, സമക് മത്സ്യം, അൽ മാ വെള്ളം. ഫി എന്ന് പറഞ്ഞാലോ ഫിൽ മായി വെള്ളത്തിൽ. അപ്പം മത്സ്യം വെള്ളത്തിലാണ്. നളർത്തു ഇല സമായി, ഞാൻ ആകാശത്തിലേക്ക് നോക്കി എന്നാണ് അർത്ഥം. അപ്പം ഈ ഹർഫുകൾക്ക് ഹർഫിനെ മാത്രം എടുത്ത ഒരു പൂർണ്ണ അർത്ഥം എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടില്ല. അതാണ് ഹർഫുകളുടെ പ്രത്യേകത. അറബി ഭാഷയിൽ ഈ 3 അല്ലാത്ത 4ാമത്തെ ഒന്ന് വരില്ല. ഒന്നുകിൽ ഇസ്മ, അല്ലെങ്കിൽ ഫെയില്, അല്ലെങ്കിൽ ഹർഫ്. പിന്നെ ഇസ്മ, ഫെയില് എന്നൊക്കെ പറയുന്ന സംഭവം അതെല്ലാം ഇതിൻ്റെ വകുപ്പിൽ പെടുന്നതാണ്. 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഏതെടുത്താലും ഇത് വരും. ഇതിൽ ഹർഫിന് സ്വമേധ അർത്ഥമില്ല. ഒരു സന്ദർഭത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അർത്ഥം കിട്ടും. ഇവിടെ അന്ന് കൊടുക്കുന്നത് ഹദീസുകൾ ഉദ്ധരിക്കാൻ വേണ്ടി ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിച്ച ഒരു സാങ്കേതികമാണ്. അന്ന് ഇട്ട് കഴിഞ്ഞാൽ യുർവ അൻ, അല്ലെങ്കിൽ ഇദ്ദേഹം റിവായത്ത് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി റിവായത്തൻ അൻ അബി ഹുറൈറ, അബൂ ഹുറൈറയിൽ നിന്ന് റിവായത്ത്, നിവേദനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിവേദനം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഊനി, നിങ്ങൾ എന്നെ വിട്ടേക്കുക. എന്തിൽ വിട്ടേക്കുക? മാ തറക്തുക്കും, നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക. രണ്ടും അടുത്തടുത്ത ആശയമാണ്. ദഅ വദഅ യദഉ ദ. അവിടെ ദഊനി, നിങ്ങൾ എന്നെ വിടുക. മാ, എന്തിൽ വിടുക? തറക്തുക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചതിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക. അതിൻ്റെ ആശയം ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അർത്ഥം ഇങ്ങനെയാണ്. ഇന്നമാ അഹ്ലക, നിശ്ചയമായും നശിപ്പിച്ചിട്ടുള്ളത് മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ നശിപ്പിച്ചു കളഞ്ഞത്. നശിച്ചത് എന്നല്ല, നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോൾ എന്തോ ഒരു കാര്യം ഇവരെ നശിപ്പിച്ചു. എന്താണത്?
ഒന്ന് കസ്റത്തു സുആലിഹിം, കസ്റത്തു അധികരിച്ച, ധാരാളം, സുആൽ എന്താ സുആൽ? ചോദ്യം. അപ്പോൾ ചോദ്യം, അധികരിച്ച ചോദ്യമാണ് അവരെ നശിപ്പിച്ചിട്ടുള്ളത്. രണ്ട്, വഖ്തിലാഫുഹും, അവരുടെ എതിർ പ്രവർത്തിക്കലാണ്. എതിർ പ്രവർത്തിക്കുക, ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ എതിർ പ്രവർത്തിക്കുക, വിരുദ്ധം ചെയ്യുക. വഖ്തിലാഫുഹും അലാ അംബിയായിഹിം, അവരുടെ നബിമാർക്കെതിരിൽ പ്രവർത്തിച്ചത് കൊണ്ടുമാണ്. രണ്ട് കാര്യങ്ങളെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു, ഫഇദ, അപ്പോൾ ആയാൽ, നഹൈതുക്കും, ഞാൻ നിങ്ങളോട് വിലക്കിയാൽ, വിരോധിച്ചാൽ, അൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യം, ഫജ്തനിബു, നിങ്ങൾ വെടിയണം, ഒഴിവാക്കണം. ഞാൻ എന്ത് കാര്യങ്ങളോട് വിലക്കിയോ അത് ഒഴിവാക്ക്. വ ഇദാ അമർത്തുക്കും, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ, ബി അംരിൻ, എന്തെങ്കിലും ഒരു കൽപ്പന ഞങ്ങളോട് കൽപ്പിച്ചാൽ, ഫഅ്തു മിൻഹു, നിങ്ങൾ അതിലേക്ക് ചെല്ലണം, അഥവാ അത് പ്രവർത്തിക്കണം എന്നു സാരം. എങ്ങനെ? മസ്തത്വത്തും, കഴിവതും. മസ്തത്വത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമായ അത്രയും. ഇനി ഇതിൻ്റെ ഹദീസിൻ്റെ ആശയം പിടിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ അങ്ങനെ നിർത്തിയത് നിങ്ങൾ വിടുക. നിങ്ങളെ മുമ്പുള്ളവർ നശിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നബിമാരുടെ ധിക്കാരം, അവർക്കെതിരാണ് ചെയ്യുക. അതുകൊണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളോടൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിടുക. എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്താൽ മതി, കൂടുതൽ ചോദിക്കണ്ട എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇതിനൊരു പശ്ചാത്തലമുണ്ട് ഈ ഹദീസ്. ഇതിൻ്റെ പൂർണ്ണ രൂപം അങ്ങനെയല്ല, അതവിടെ അതിന് മാത്രം കൊടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് എണീറ്റ് നിന്നൊരിക്കൽ പ്രസംഗിച്ചു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫറളാക്കിയിരിക്കുന്നു, ഹജ്ജ് ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരാൾ സഹാബി എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, അഫി കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഉണ്ടോ നബിയെ ഹജ്ജ് ഫറൾ? അള്ളാഹ് ഫറളാക്കിയ എല്ലാ വർഷവും ഹജ്ജ് ഫറളാണോ എന്നാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടിയില്ല. ഇദ്ദേഹം വിചാരിച്ച് നബി തങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വീണ്ടും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതാണ്, ദഊനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളെ വിട്ടതിൽ. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമിക്കണം, ഇത്ര കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി അവിടെ നിന്ന് പറഞ്ഞു, ഇദാ ഖുൽതു നഅം ലവജബത് മസ്തതഅതു, ഞാൻ അതെ എന്നെങ്ങാനും പറഞ്ഞാൽ വാജിബായി, നിർബന്ധമായി, നിങ്ങൾക്ക് പിന്നെ അതിന് കഴിയയില്ല. എല്ലാ വർഷവും ഹജ്ജ് ആർക്കും കഴിവുള്ളവന് തന്നെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ പണമുണ്ട്, യാത്ര സൗകര്യമുണ്ട്. പക്ഷെ എല്ലാ വർഷവും ഹജ്ജ് ഫറലാക്കിയാലോ ബുദ്ധിമുട്ടാണ്, അത് വാജിബായി തീരും. അപ്പം ആയുസിൽ ഒരിക്കലാണ് ഫറദ്. അപ്പം ഹജ്ജ് ഫറലാക്കി ഹജ്ജ് ചെയ്യുക. അപ്പോൾ ഒരാൾ ഒരു വട്ടം ഹജ്ജ് ചെയ്താൽ തന്നെ എന്തായി? ഹജ്ജായി. അത് എല്ലാം ചെയ്യണമെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു തരും, എല്ലാ പ്രാവശ്യം ചെയ്യണം. നിസ്കാരം 5 നേരം ഉണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നു, അപ്പം 5 നേരം ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. കൂടുതൽ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പറഞ്ഞു തരും, നമ്മൾ ചോദിക്കണ്ടെന്നാണ്. അതെന്തെന്ന് വെച്ചാൽ, വഹി ഇറങ്ങുന്ന കാലത്ത് സ്വഹാബാക്കൾ വിലക്കപ്പെട്ടിരുന്നു. ചോദ്യം ഒരുപാട് ചോദിക്കാൻ പറ്റില്ല, വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ചോദിച്ചിരുന്നില്ല. എന്നല്ല, വലിയ വലിയ സ്വഹാബാക്കൾ പോലും വല്ല അറാബിയും വന്നിരുന്നെങ്കിൽ ഇതിന്, കാരണം അറാബികൾ വന്നിട്ടാണ് എന്ത് ചെയ്യണത്? ചോദ്യം ചോദിക്കണത്. അവർക്ക് മടിയില്ല, നബിയാണ് ആ സ്ഥാനം, ഇതൊന്നും ചെയ്യില്ല. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ എപ്പോഴാണ് അന്ത്യദിനം എന്നൊന്നും ചോദിക്കും. അവരൊന്ന് കൂളായിട്ട് ചോദിക്കും, ഇങ്ങനെ ഓരോരോ കാര്യം. എൻ്റെ വാപ്പ എവിടെയാണ് എന്ന് ചോദിക്കും. ഒരാൾ ചോദിച്ചു എന്നാണ് ഈ ഇതിൻ്റെ നമുക്ക് വിശദീകരണങ്ങൾ കാണാം. മൻ അബി എന്ന് ചോദിച്ചു. അപ്പോൾ അബി, താങ്കളുടെ പിതാവ് ഇന്ന ആളാണ്. പുള്ളിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങളുടെ വാപ്പ ഇന്ന ആളാണ് എന്ന് ചോദിച്ചു. വേറെ ചിലരൊന്ന് ചോദിക്കും, അയിന അബി, എൻ്റെ വാപ്പ എവിടെയാണ്? ഇന്ന അബാക്ക ഫിന്നാർ, എൻ്റെ പിതാവ് നരകത്തിലാണ്, കാരണം അദ്ദേഹം കുഫറിലാണ് മരിച്ചത്. അപ്പം കരഞ്ഞുകൊണ്ട് പോയപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന അബി വ അബാക്ക ഫിന്നാർ, എൻ്റെ പിതാവും നിൻ്റെ പിതാവും എവിടെ തന്നെയാണ്? നരകത്തിലാണ്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഇതൊക്കെ കാണാൻ ചോദ്യം. അപ്പം സഹാബാക്കൾ അധികം ചോദിക്കൂല. ഖുർആനിൽ എത്ര ചോദ്യം വന്നിട്ടുള്ളതെന്ന് അറിയാം? സഹാബാക്കൾ ചോദിച്ചതായിട്ട് 13 ചോദ്യങ്ങളാണ്. 13. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. കുൽ ഹിയ അദൻ, പറഞ്ഞു കൊടുക്കുക, അത് അതെയാണ്, ഉപദ്രവകരമാണ്. ആർത്തവ സമയത്തുള്ള വിധികളാണ് ബഖറയിൽ പറയുന്നത്. യസ്അലൂനക അനിൽ അഹില്ല, അവർ ചന്ദ്രപ്പിറയെ ഹിലാലുകളെക്കുറിച്ച് ചോദിക്കുന്നു. കുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ആ ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാനും ഹജ്ജിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അവർ ശരിക്കും ഹിലാലിനെ കുറിച്ച് ചോദിച്ചത് വലിയ ഫായ്ദ ഇല്ലാത്ത ചോദ്യമാണ്.
നമുക്ക് ആ ഹദീസിൻ്റെ സന്ദർഭങ്ങളിൽ കാണാം. എന്താണ് ഇങ്ങനെ ചെറുതായി പിന്നെ വലുതായി ഇങ്ങനെ ഇതറിഞ്ഞിട്ട് ഇപ്പം എന്താ? പക്ഷെ അള്ളാഹു താല അവർക്ക് ഗുണമുള്ളൊരു കാര്യം പറഞ്ഞു. ഈ ഹിലാൽ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട്, മാസം നിശ്ചയിക്കാം, ഹജ്ജിൻ്റെ സീസണൊക്കെ അറിയാൻ പറ്റും, ഹജ്ജ് ഇബാദത്താണ്, ഗുണമുള്ള കാര്യം ഉത്തരമായിട്ട് കൊടുത്തു. ചോദിച്ചത് ഫായ്ദ ഇല്ലാത്ത ചോദ്യമാണെങ്കിലും ഉത്തരം വന്നപ്പോൾ ഒരു ഗുണമുള്ള ഉത്തരം അങ്ങോട്ട് കൊടുത്തു. മനസ്സിലായി? അവർ ചോദിച്ചതിൻ്റെ മറുപടി അല്ല ശരിക്കും കൊടുത്തത്. അവർ ചോദിച്ചത് ഒരു കാര്യമാണെങ്കിലും പക്ഷെ എൻ്റെ ജവാബ് അള്ളാഹു താല കൊടുത്തത് അവർക്ക് ഗുണമുള്ളൊരു ഉത്തരം കൊടുത്തു. അങ്ങനെയാണ് ചിലർ ഫായ്ദ ഇല്ലാത്ത ചോദ്യം ചോദിക്കാം. അപ്പോൾ എന്താ ചോദിച്ച് ഇനിയിപ്പോൾ ഒരു ഉത്തരം കൊടുക്കുമ്പോൾ ഗുണമുള്ളതിരിക്കട്ടെ, അത് ആ ശൈലിയാണ് ഖുർആനിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ 13 സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? സുആല് വന്നിട്ടുള്ളൂ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം. അപ്പോൾ ഈ കുറച്ച് ചോദ്യം വിശുദ്ധ ഖുർആനിൽ 13 വന്നതിനെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. സഹാബാക്കൾ എന്ത് ചെയ്തിട്ടില്ല, അധികം ചോദിച്ചിട്ടില്ല, ഒരു വഖാറ് കൊടുത്തിരുന്നു. അതിന് വേറൊരു കാരണമുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്മ വന്നാൽ ചിലപ്പോൾ ഫർളായി പോകും. കിട്ടിയ സൂറത്ത് മാഇദയിൽ ആയത്ത് തന്നെ ഉണ്ട്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷിയാ, മുഅ്മിനീങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. ഇൻ തുബ്ദലക്കും തസുക്കും, അത് വെളിവാക്കപ്പെട്ടാൽ അതിൻ്റെ ഹുക്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും. ചില കാര്യങ്ങൾ ചോദിക്കരുതെന്നാണ്. മനസ്സിലായി? അപ്പോൾ ചോദിച്ച് കുടുങ്ങണ്ടാന്ന് അത് പറഞ്ഞ നബി തങ്ങൾ ചെയ്യും. ഒരു വട്ടം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ തീർന്നു പരിപാടി. അപ്പോൾ കൂടുതൽ ചോദിച്ചത് ഫറലാക്കി എടുക്കണ്ട. ചിലത് ഐച്ഛികമായി ചെയ്യാനായിരിക്കും, അപ്പം അത് ഐച്ഛികമായി ചെയ്താൽ മതി. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിപ്പോൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാകട്ടെ ഉമ്മത്തിനോടുള്ള ഹിർസ് അറിയാമല്ലോ. തറാവീഹ് ഒഴിവാക്കിയതിൻ്റെ ഒരു രഹസ്യമൊക്കെ നമുക്ക് അല്ലേ നമ്മൾ കേട്ടുള്ളതാണ്. തറാവീഹ് ജമാഅത്തായിട്ട് സംഘടിച്ചുകൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി എന്തിനാ? ഫർളാകുമോ എന്ന ഭയത്താലാണ്. അപ്പോൾ ഉമ്മത്തിന് ഭാരം കൊടുക്കരുത് എന്നതാണ് ആഗ്രഹം. അപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ ഭാരമായി തീരും. അതുകൊണ്ട് ചോദ്യം കുറച്ചു. അപ്പോൾ ഈ ചോദ്യം എല്ലാം പെടും. പൊതുവിൽ മതവിഷയങ്ങളിലാണിത് പ്രധാനം. ഇത് പറയുന്നത് അതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെറുക്കുന്നു. പിന്നെ അൽ ഖീല വൽ ഖാൽ, പറഞ്ഞതും കേട്ടതൊക്കെ എന്ത് ചെയ്യുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്, അത് ആ ഒരു ശൈലിയിലാണ് പറഞ്ഞത്. പിന്നെ ഖീല വഖാൽ വ കസറത്തു സുആൽ വ ഇദാഅത്തുൽ മാൽ, ഒരുപാട് ചോദ്യം, സമ്പത്ത് വെറുതെ പൊടിച്ചളയുക, ദൂർത്തടിക്കുക. ഈ 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിട്ടുണ്ട്. അവിടെ കരിഹ എന്ന് പറഞ്ഞാൽ പിന്നെ മക്രൂഹ് എന്ന അർത്ഥത്തിൽ അള്ളാഹ് വെറുത്ത കാര്യം, മക്രൂഹായ കാര്യമല്ല. ഞാൻ പറഞ്ഞു ഖുർആനിലൊക്കെ വരുന്ന പ്രയോഗങ്ങളൊക്കെ ആയിരിക്കില്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ പിൽക്കാലത്തുള്ള അർത്ഥം. മക്രൂഹിൻ്റെ അർത്ഥം എന്താ? ചെയ്താൽ കുറ്റം ഇല്ലാത്തതും ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടുന്നതുമായ കാര്യമാണ് മക്രൂഹ്, അല്ലേ? മക്രൂഹായ കാര്യം. പള്ളിയിൽ ഈ ഇടത് കൈയിൽ ഇങ്ങനെ ഇരിക്കുന്നത് മക്രൂഹാണ്. ഇടത് കൈ ഒന്നിരിക്കും, മക്രൂഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജൂതന്മാരുടെ ഇരുത്തമാണ്. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾ ശിക്ഷാർഹനല്ല. ഒഴിവാക്കിയാലോ? നബി തങ്ങളുടെ സുന്നത്താണ്, അത് വിലക്കിയതുകൊണ്ട് പ്രതിഫലാർഹമാണ്. പള്ളിയിലാണ്. പിന്നെ പൊതുവിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ ആ ഇരുത്തം അത്ര എന്തല്ല, നല്ലൊരു ശൈലി അല്ല. പള്ളിയിലാവുമ്പോഴാണ് വിലക്ക് വരുന്നത്. പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഖുർആനിലെ സുന്നത്തിലും കറാഹത്ത് മക്രൂഹ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 2 അർത്ഥവും ആകാം. അവിടെ എന്തർത്ഥം കൊടുക്കരുത്? നമ്മൾ ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞ കറാഹത്തിൻ്റെ അർത്ഥം കൊടുക്കരുത്. സൂറത്ത് ഇസ്രാ നോക്കുമ്പോൾ അല്ലാഹു തആല പിന്നെ വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല പറഞ്ഞു. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഖശ്യത്തി ഇംലാഖ് എന്ന് പറഞ്ഞു. ദാരിദ്ര്യ ഭയം കാരണം മക്കളെ കൊല്ലരുതെന്ന് പറഞ്ഞു. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി കൊലപാതകം നടത്തരുത്. ഇങ്ങനെയുള്ള ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ടല്ല അല്ലാഹു തആല പറഞ്ഞെന്തെന്നറിയാം അവസാനം? കുല്ലു ദാലിക കാന ഇൻദ റബ്ബിക മക്രൂഹ, ഇതെല്ലാം നിന്റെ റബ്ബിൻ്റെ അടുക്കൽ മക്രൂഹാണ്. ചെയ്താൽ കുറ്റമില്ലാത്തതും ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതെന്ന് അർത്ഥം പറഞ്ഞാൽ എന്തായിത്തീരും? തീർന്നില്ലേ കഥ? അപ്പം അവിടെ മക്രൂഹിന് എന്തല്ല അർത്ഥം? അള്ളാഹുങ്കൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധമായി വരുന്ന കാര്യങ്ങളാണ്.
ചില സന്ദർഭങ്ങളിലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ കരിഹ, വെറുത്തു എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലും വരാറുണ്ട്. ഫുഖഹാക്കൾ പറഞ്ഞ അർത്ഥത്തിലും വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, കാന യക്റഹു നൗമ ഖബ്ലഹ വൽ ഹദീസ ബഅദഹ. ഇശാ സ്വലായ്ക്ക് മുമ്പ് ഉറങ്ങുന്നതിനെ നബി തങ്ങൾ വെറുത്തിരുന്നു. അതിനുശേഷം ആവശ്യമില്ലാതെ സംസാരിച്ചിരിക്കുന്നതിനെയും വെറുത്തിരുന്നു. അവിടെ ഏത് കറാഹത്താണ്? ഫുഖഹാക്കൾ പറഞ്ഞ അർത്ഥത്തിലുള്ള കറാഹത്താണ്. അപ്പോൾ നമ്മൾ ഹദീസെന്നും ആയത്തും വായിക്കുമ്പോൾ കറാഹത്തിന് ഈ അർത്ഥം കൊടുക്കരുത് എന്നാണ് ഈ പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, അല്ലാഹു അലം. അപ്പോൾ ഇതിൽ ഈ വിഷയമാണ് പരാമർശിക്കുന്നത്. ഇനി ഇതിൻ്റെ ചില ഫായിദകൾ ഞാൻ പെട്ടെന്ന് പറയാം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അധികരിച്ച ചോദ്യത്തെ വിലക്കി അത് മുൻഗാമികളെ നശിപ്പിച്ചതാണ്. അതിന് വലിയൊരു ഉദാഹരണം, നല്ല സുദീർഘമായൊരു ചരിത്രം തന്നെ അല്ലാഹു തആല സൂറത്ത് ബഖറയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ബനു ഇസ്രായേലിലെ ഒരു വ്യക്തി, ഒരു ഗോത്രക്കാരൻ മരിച്ചു. കൊലയാളിയെക്കുറിച്ച് തർക്കത്തിലായി. ആരാണ് കൊന്നതെന്നുള്ള ഇതായി. ഓരോരുത്തരെ പഴിചാരാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു തആല മൂസാ നബിക്ക് വഹി കൊടുത്തു. ഒരു പശുവിനെ അറുക്കുക, അതിൻ്റെ മാംസം എടുത്ത് ആ മരിച്ച മൃതദേഹത്തിൽ അടിക്കുക. അള്ളാഹുവിൻ്റെ അത്ഭുതം അവിടെ വെളിവാകും. മൂസയിലൂടെ മുഅ്ജിസത്തുണ്ടാകും. അയാൾ സംസാരിക്കുക, എൻ്റെ കൊലയാളി ഇന്നാളാണ്. അപ്പോൾ കലഹം എന്ത് ചെയ്യും? തീരും. ഇതാണ് നിർദ്ദേശിച്ചത്. മൂസാ നബി പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങളൊരു പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അവർ പറഞ്ഞ മറുപടി എന്താ? ഖാലു അതത്തഖിദുനാ ഹുസുവ, ഞങ്ങൾ കളിയാക്കുന്ന. അടിപൊളി, പശുവിനെ അറുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞ? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അള്ളാഹ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് തമാശ പറയേ, ഞാൻ ജാഹിലീങ്ങളാവുന്നതിന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ ഇവരുടെ അധികരിച്ച് മൂസ പറഞ്ഞ വഹിയാണെന്ന് മനസ്സിലായപ്പോൾ അവർ എന്താ പറഞ്ഞു? ഏത് തരം പശുവിനാണ് അറുക്കേണ്ടത്? പ്രായം ചോദിച്ചു. അപ്പോൾ അത് ഫാരിദും ബിക്റും ആകരുത്, ഇളംകിടാവും ആകരുത്, വയസ്സായതും ആകരുതെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് തീർന്നില്ല, കളറൂടെ അറിയണം. അപ്പോൾ കളറ് പറഞ്ഞു കൊടുത്തു. ഫാഖിഉൽ ലൗനുഹ, ആ ഒരു പ്രത്യേക തരത്തിലുള്ള മഞ്ഞ, കാണുന്നവരെ ആകർഷിക്കുന്ന മഞ്ഞ. പിന്നെ വീണ്ടും അവർക്ക് സംശയം. അപ്പോൾ പറഞ്ഞു, ശരീരത്തിൽ ഉഴുതുമറിച്ചതിൻ്റെ, കൃഷിക്ക് ഉപയോഗിച്ചതിൻ്റെ ഒന്നും പാടോ അടയാളങ്ങളോ ഒന്നും കാണരുത്. ഇങ്ങനെയുള്ളൊരു സാധനത്തിനെ പിടിക്കാൻ പിന്നെ പാടുപെട്ടു. ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ, അങ്ങനെ അറുത്തു ഒരു വിധം. അതാണ് ആയത്തിൽ പറഞ്ഞത്. അവർക്കതിന് കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ പോയി തപ്പിപ്പിടിച്ച് മിണ്ടാതെ ആദ്യം പറഞ്ഞപ്പോൾ ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞാൽ പോയി അറുത്ത പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇവർ ചെയ്തെന്താ? ഇതൊക്കെ ചോദ്യം, കസ്റത്തു സ്വാല് വന്നു. നല്ലൊരു ഉദാഹരണം അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞു, അധികരിച്ച ചോദ്യത്തിൻ്റെ അപകടം. അല്ലാഹു തആല പറഞ്ഞു, എന്താണ്? വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹ, നിങ്ങളൊരു നഫ്സിനെ കൊന്ന സന്ദർഭം ഞങ്ങളെ പരീക്ഷിച്ചു, എന്നിട്ട് പശുവിൻ്റെ മാംസം കൊണ്ട് അടിക്കാൻ പറഞ്ഞു. ആ സംഭവമൊക്കെ നമ്മളത് വായിച്ചു നോക്കുക. അതിന് നല്ല ഉദാഹരണമാണ്. അവർ മൂസാ നബിക്ക് എതിരെ പ്രവർത്തിച്ചതും പിന്നെ അതൊക്കെ പറഞ്ഞു വന്നിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ട് സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, പാറ പോലെ കടുത്തു അവരുടെ ഹൃദയം. ചോദ്യം കൂടി, നബിമാർക്കെതിരായി. ഇതൊക്കെയാണ് കാരണം. ഇനി അവസാനത്തെ ഇതിലൊരു ഫായിദ, നിങ്ങളോടൊരു കാര്യം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഫജിത്തനി ഒഴിവാക്കണം. അവിടെ സാധിക്കുന്ന അത്രയെന്ന് പറഞ്ഞിട്ടില്ല, ശ്രദ്ധിച്ചോ? പക്ഷെ ചെയ്യാൻ പറഞ്ഞപ്പോഴോ സാധിക്കുന്നത്ര, കഴിയുന്നത്ര. രണ്ട് വ്യത്യാസമുണ്ട്. ഒരു കാര്യം ഒഴിവാക്കാൻ സാധിക്കുന്നത്, അത് ചെയ്യാതിരുന്നാൽ പോരെ. അപ്പം അത് കഴിവുമായിട്ട് എന്തില്ല, ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. വേണ്ടാന്ന് വെക്കുക എന്നുള്ളതിന് അധ്വാനം ഇല്ല. ഒരു കാര്യം ചെയ്യാനാണ് എന്ത് വേണ്ടത്? അധ്വാനം വേണ്ടത്. അത് മനുഷ്യർ, എൻ്റെ ശേഷിയാകൂല, നിങ്ങളെ ശേഷി അല്ലേ. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടാകും, പക്ഷെ വേറൊരാൾക്ക് കാലിന് സുഖം ഉണ്ടാവില്ല. ഒരാൾക്ക് ഹജ്ജിന് പോകാൻ മാലുണ്ടാകും, വേറൊരാൾക്ക് മാലുണ്ടാകൂല, പണം ഉണ്ടാകൂല. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വഅ ഇലൈഹി സബീല, അള്ളാഹുവിനായി ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ് അള്ളാഹ് അവസാനിപ്പിച്ചില്ല. മൻ ഇസ്തത്വഅ ഇലൈഹി സബീല, അതിലേക്ക് യാത്ര പുറപ്പെടാൻ ഇസ്തിത്വാഅത്ത്, ശേഷിയുള്ളവന്. ഹജ്ജ് ചെയ്യലാണ്, ഒഴിവാക്കലല്ല. അപ്പം ചെയ്യാൻ ശേഷി വേണം. അപ്പം അത് ഓരോരുത്തരുടെ അവസ്ഥ വ്യത്യാസപ്പെടും. അപ്പം കഴിവതും ചെയ്യുക. ഒരു ഹറാമ് ഒഴിവാക്കാനോ വേണ്ടാന്ന് വെക്കുന്നതിന് കഴിവ് ഇല്ല, അല്ല.
അതുകൊണ്ടാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഹറാമ് നമുക്ക് എളുപ്പമാണ് ഒഴിവാക്കാൻ. അത് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ശീലിപ്പിച്ചെടുക്കുക എന്നതാണ്. നന്മ ചെയ്യാനും നമ്മളെ സ്വന്തം നഫ്സിനെ പരിശീലിപ്പിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും. അള്ളാഹുവിൻ്റെ ദീന് എളുപ്പമാണ്, അദ്ദീന് യുസ്റൻ എന്ന് പറയുന്നത്. പക്ഷെ പലരും നഫ്സിനെ അതിന് വഴക്കാത്തതുണ്ട്. നിങ്ങൾ നോക്ക്, നല്ല ബോഡി ബിൽഡർമാർ രാവിലെ സുബഹിക്ക് എണീക്കില്ല. പക്ഷെ നല്ല വയസ്സായ കാരണവന്മാർ കുരച്ച് കഫം തുപ്പി അവർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് സൊഫിലെത്തും. അങ്ങനെയുള്ള മനുഷ്യന്മാരില്ലേ? അപ്പോൾ എന്താ അവരുടെ കഴിവ്? അപ്പോൾ ഇവരെ പിടിച്ചു നിർത്തുന്നതും ഇവർക്ക് സാധിക്കാത്തതും അവരെ സാധിപ്പിച്ചതും എന്താണ്? അതവർ നഫ്സിനെ എന്ത് ചെയ്തു? ശീലിപ്പിച്ചെടുത്തു. അള്ളാഹുവിന് അനുസരിക്കാൻ, വഴങ്ങാൻ, നന്മയിൽ അവർ സ്വന്തത്തെ പരിശീലിപ്പിച്ചെടുത്തു. അത് നമ്മൾ ചെയ്യണം. അതുപോലെ തെറ്റൊഴിവാക്കുന്നതിൽ ചിലപ്പോൾ തെറ്റ് പറ്റൂല എന്നല്ല, അപകടങ്ങൾ നമ്മൾ തൗബ ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഒരു ഹറാമിലേക്ക് കൂടുതൽ മനസ്സിന് താല്പര്യമുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. തൗഫീഖ് അള്ളാഹുവിൽ നിന്നാണ്. ഈ ഹദീസ് അപ്പോൾ ഇത് സുന്നത്ത് സ്വീകരിക്കണമെന്നതിന് വിലക്കിയത് ഒഴിവാക്കുക, കൽപ്പിച്ചത് സാധ്യമാകുന്ന അത്ര ചെയ്യുക എന്നതാണ് ഈ അധ്യായവുമായിട്ട് കണക്റ്റ് ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. അല്ലാഹു തആല പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതിഉ വഅൻഫിഖു. സൂറത്തു തഗാബുൻ. അല്ലാഹു തആല നിങ്ങൾ സാധിക്കുന്നത്ര ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി ഫഖായിദൻ, നമുക്ക് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇരിക്കുക. ഫഇല്ലം തസ്തതി ഫലാ ജംബ്, ഇരിക്കാനും കഴിഞ്ഞില്ലെങ്കിലോ കിടന്നിട്ടെങ്കിലും നിസ്കരിക്കുക. അപ്പോൾ കഴിവനുസരിച്ച് എന്ത് ചെയ്യും? ഇളവുകൾ വരും. ഹറാമിനാണെങ്കിൽ ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഹറാമ് ചെയ്യാൻ ഒരാൾ നിർബന്ധിതനായി, അപ്പോഴോ ഇവിടെ ഒരു തത്വമുണ്ട് ഇസ്ലാമിൻ്റെ. ഒരു ഹറാമ് ചെയ്യാൻ അയാൾ നിർബന്ധിതനായാൽ അതിനെ ദറൂറത്തിൻ്റെ സാഹചര്യം എന്നാണ് പറയുക. എന്താണ് ദറൂറ? നിർബന്ധിത, കുടുങ്ങിയ സാഹചര്യം. അതെടുത്തില്ലെങ്കിൽ വലിയ ദോഷം നമുക്കുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു തആല ചില നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിഷിദ്ധമാണ്. ആ സമയത്ത് ആ വ്യക്തിയുടെ വിഷയത്തിൽ അത് അനുവദിക്കപ്പെടും. അതാണ് നമ്മൾ സാധാരണ പറയാറുള്ള ഉദാഹരണങ്ങൾ. പന്നിമാംസവും മദ്യമൊക്കെ എന്താണ്? നിഷിദ്ധമാണ്. പക്ഷേ വിശന്ന് പൊരിഞ്ഞവൻ മരണഭയം നേരിടുന്നുവെങ്കിൽ അവൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ലാതിരിക്കെ, അതാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, അയാൾ നിർബന്ധിത സാഹചര്യമായിരിക്കണം. രണ്ട് നിബന്ധനകൾ അവിടെ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, കുടുങ്ങണം. വലിയ വിശപ്പൊന്നുമില്ല, ഒന്ന് കഴിക്കണം മോഹം, പന്നിമാംസം കിട്ടി കഴിക്കാൻ പറ്റൂല, കുടുങ്ങി അയാൾ മരണവക്കിലെത്തണം. രണ്ട്, ആ അകപ്പെട്ട പ്രയാസത്തെ തട്ടി നീക്കാൻ ഇതല്ലാത്ത വേറെ ഓപ്ഷൻ കാണരുത്. അനുവദനീയമായ നല്ലൊരു വസ്തു ഇരിക്കുന്നുണ്ട്, വേറൊരു നിഷിദ്ധവുമുണ്ട്. ഇയാൾ നിർബന്ധിതനുമാണ്. അപ്പം ഇയാൾ ഏത് എടുക്കാവും? അനുവദനീയം എടുക്കാം. മറ്റേതെടുത്തിട്ട് ഞാൻ ദറൂറത്തായതുകൊണ്ടല്ലേ ഇത്തിരി കുടിച്ചു നോക്കിയത് എന്ന് പറയാൻ പറ്റില്ല. വെള്ളം ഇരിക്കുകയാണ്, അപ്പം പിന്നെ അതെടുക്കാൻ പറ്റില്ല. അപ്പം നിർബന്ധിതനാകണം, മറ്റു വഴികൾ ഇല്ലാതിരിക്കണം. ഈ രണ്ട് നിബന്ധന ഒത്താൽ ഒരു നിഷിദ്ധം എന്ത് ചെയ്യും? അനുവദിക്കപ്പെടും. അതിന് ഉസൂലിൽ ഒരു ഖായിദ ഉണ്ട്. പിന്നെ ലാ വാജിബ മഅ അജ്സിൻ, കഴിവില്ലാത്ത സന്ദർഭത്തിൽ ഒരു വാജിബും ഇല്ല. വലാ മുഹറമ ഇൻദ ദറൂറ, കുടുങ്ങുന്ന സന്ദർഭത്തിൽ നിഷിദ്ധവും ഇല്ല. ഇത് ദീനിൻ്റെ കാഴ്ചപ്പാടാണ്, ദീനിൻ്റെ വിശാലതയും കൂടിയാണ്. എന്നല്ല, ഈ ഇളവ് ആർക്കെന്നറിയാമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണ്. അൽഹംദുലില്ലാ, ഇത് മുൻകഴിഞ്ഞ ഉമ്മത്തിന് കിട്ടിയിട്ടില്ല. ഇത് പിന്നെ ഖസായിസു ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പറയുന്നിടത്ത് ഈ ഉമ്മത്തിന് കിട്ടിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഒരു സംഗതി ചെയ്യാൻ ഉള്ള കഴിവിനനുസരിച്ച് താലൂക്ക് ചെയ്തതും നിഷിദ്ധങ്ങളെ ചെയ്യേണ്ടതായ സാഹചര്യം വന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ ഇളവ് കിട്ടിയത്. അതിന് ഒരു ഉദാഹരണം പറയാം. പിന്നെ സത്യനിഷേധികൾ നമ്മളെ കുഫറിന് നിർബന്ധിച്ചാൽ, പുള്ളിക്കട അയ്യപ്പ എന്ന് വിളിച്ചിട്ട് സംഖ്യകളെ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ
അവിടെ അവൻ വധിക്കും അല്ലെങ്കിൽ നമ്മളെ അപായപ്പെടുത്തും എന്ന് ഉറപ്പാണെങ്കിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യാം? അയ്യപ്പ ശരണം എന്ന് പറയാം. നൗദുബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് തടി തപ്പാൻ വേണ്ടി പറഞ്ഞാൽ, ഈമാൻ ഇല്ലാതെ അവനെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അതിൽ ഇളവുണ്ട്. ഇത് മുൻകഴിഞ്ഞവർക്ക് കിട്ടിയിട്ടില്ല. ഇല്ലെന്ത് ചെയ്തിട്ടില്ല? മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർ മരിക്കേണ്ടി വന്നാലും മിണ്ടരുത് വേറൊന്നും. അങ്ങനെ മിണ്ടിയാൽ അവർ ദലാലത്തിലായിരിക്കും മരിക്കുക. അവർക്ക് ഇളവ് കിട്ടിയിട്ടില്ല. നമുക്ക് അമ്മാർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ കാണാം, മുശ്രിക്കുകൾ പിടിച്ചു, അദ്ദേഹത്തെ പിടികൂടി വല്ലാതെ മർദ്ദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാൻ പറഞ്ഞു. നബിയെ ചീത്ത പറയുന്നതിൻ്റെ വിധി എന്താ? കുഫറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകും. ഇദ്ദേഹം വേദന കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അവർ വിട്ടയച്ചു. ഈ പ്രയാസം സഹിക്കുക വയ്യാതെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിലപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു, നബിയെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിനിയും ആവർത്തിക്കുകയാണെങ്കിൽ നീ അത് പറഞ്ഞോ. കാരണം അപ്പം മക്ക കാലഘട്ടമാണ്, പീഡനങ്ങളുടെ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അവർ നിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് നീ പറഞ്ഞോ. അല്ലാഹു തആല സൂറത്തു നഹ്ല ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിറക്കിയതാണ്. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആരെങ്കിലും അല്ലാഹുവിൽ അവിശ്വസിച്ചാൽ, നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ. ആ നിർബന്ധിക്കപ്പെട്ടവൻ കൽബ് എങ്ങനെയാണ്? കുഫറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൻ്റെ മനസ്സ് ഈമാനാണ്. പക്ഷെ അവൻ നിർബന്ധിക്കപ്പെട്ടൊന്ന് പറഞ്ഞുപോയി, അവന് ഇളവുണ്ട്. വലാക്കിൻ, എന്നാൽ പക്ഷേ മൻ ശറഹ ബിൽ കുഫ്രി സദറൻ, ആരുടെ ഹൃദയമാണോ കുഫറിനോട് വിശാലത കാണിക്കുന്നത്, അതിനെ ഇഷ്ടപ്പെടുന്ന പുൽകുന്നത്, ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ് വലഹും അദാബുൻ അദീം, അവർക്ക് അള്ളാഹിൻ്റെ കോപമുണ്ട്, കഠിനമായ ഭയങ്കരമായ ശിക്ഷയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉമ്മത്തിന് കിട്ടിയ ഇളവ് മുമ്പുള്ളവർക്ക് പലതിലും കിട്ടിയിട്ടില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഹറാമുകളെ പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ ചെയ്യാന്നുള്ളത്. അത് ഖുസൂസിയത്തിൽ പെട്ടതാണ്. ഈ ഒരു ഹദീസ് കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ, പക്ഷേ അതിന് നമുക്ക് വേറെ സമയമില്ല. അൻ അബി നജീഹിൻ അൽ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു, ഇർബാദ് ബിൻ സാരിയ എന്ന സഹാബി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ഖാല വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലന ഞങ്ങളോട് വഅദ് പറഞ്ഞു. വഅദ് അതാണ് വഅലന, എന്താ പറയുക? ഉപദേശിച്ചു. റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് വഅദ പറഞ്ഞു? മൗഇളത്തൻ ബലീഗത്തൻ, മൗഇള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, വഅലന മൗഇള എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഉപദേശം എന്ന് പറയാനാണ്. അത് ഒന്നുകൂടെ ആവർത്തിച്ച് അതിനാണ് ഒരു ഭയങ്കര ഒരു ഉപദേശം. ബലീഗ, അങ്ങേ അറ്റത്തെ ഒരു ഉപദേശം. ബലീഗ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി സ്വാധീനിച്ചു എന്നാണ് പറഞ്ഞത്. സാധാരണ പ്രസംഗത്തെക്കാൾ അന്നത്തത് ഇവരുടെ സ്വഹാബാക്കളുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കി. അതുകൊണ്ട് അദ്ദേഹം പറയണം എത്രത്തോളം, വജിലത്ത്, പിന്നെ പേടിച്ചുപോയി, ഭയപ്പെട്ടുപോയി, മിൻഹ ആ ഉപദേശം കാരണത്തല്ല, അൽ കുലൂബ് എല്ലാവരുടെയും ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങി. അതാണ് വജില എന്ന് പറഞ്ഞാൽ, അതാണ് പേടിച്ച് നടുങ്ങുക, വിറയ്ക്കുക. വദറഫത്ത് മിൻഹൽ ഉയൂൻ, കണ്ണുകൾ വാർന്നൊഴുകി. അപ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് എന്ത് ചെയ്തു? ഹൃദയങ്ങൾ പേടിച്ചു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫഖുൽന, അപ്പോൾ ഇവർക്ക് എന്തോ മനസ്സിലായി, ഇതെന്തോ ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്, എന്തോ അർത്ഥങ്ങൾ ഇനി ഉണ്ട്, ഇങ്ങനൊരു ഉപദേശം ഇപ്പോൾ പറയണമെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഉപദേശം പോലെ അവർക്ക് തോന്നി. യാ റസൂലല്ലാഹ് കഅന്നഹ മൗഇദത്തു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങുന്ന ആളുടെ പ്രഭാഷണം പോലെ ഉണ്ടല്ലോ. ഫൗസിന, ഞങ്ങൾക്ക് താങ്കൾ വസിയത്ത് തന്നാൽ അവസാനമായി ഞങ്ങൾ എന്തിനാണ് ഉറച്ചു നിൽക്കേണ്ട ഒരു വസിയത്ത്. മുവദ്ദിഇൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മൾ യാത്ര ചോദിക്കുന്ന സമയത്ത് കൈ പിടിച്ചിട്ട് ചിലപ്പോൾ ഒരു കാര്യം പറയും. അത് പറയുന്ന ആളും ഭയങ്കര ഒരു പ്രാധാന്യത്തോടെ പറയും, കേൾക്കുന്ന ആൾ എന്ത് ചെയ്യും? ഗൗരവത്തിലായിരിക്കും എടുക്കുക അല്ലേ? നമ്മൾ പ്രവാസികൾ ഇവിടെ ജോലിക്ക് വരുമ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് ഇനി നാട്ടിൽ വരുള്ളൂ. മക്കളോടൊരു കാര്യം അവസാനം പറയുമെങ്കിൽ എന്തായിരിക്കും? പ്രാധാന്യം കാണൂലേ? വിട വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും കാണാത്ത ആൾ പറയുന്ന ഒരു കാര്യം സങ്കല്പിച്ച് നോക്കുക, എത്ര പ്രാധാന്യത്തോടെ ആയിരിക്കും എടുക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ ഇവരെ ഉപദേശിച്ചു. ഒരു മുവദ്ദിഇൻ്റെ, വിട വാങ്ങുന്ന ഒരാൾ യാത്ര ചോദിക്കുകയാണ്, ഇനി എപ്പോഴാണ് കാണാൻ അറിയില്ല, അങ്ങനെ ഒരാൾ ഒരു ഉപദേശം പറഞ്ഞു പോയാലുള്ള പ്രാധാന്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉപദേശിച്ചു. ഊസിക്കും ബി തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് അള്ളാഹുവിൽ ഉള്ള തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിലുള്ള തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ആ തഖ്വ എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു തആല എല്ലാ ഉമ്മത്തിനും കൊടുത്ത വസിയത്താണ്. അള്ളാഹു സൂറത്ത് നിസായിൽ അത് വന്നിട്ടുണ്ട്. അള്ളാഹു തആല മുമ്പ് കഴിഞ്ഞ സമുദായങ്ങൾക്കും എല്ലാവർക്കും കൊടുത്ത അള്ളാഹിൻ്റെ പൊതുവായ വസിയത്തിൽപ്പെട്ടാണ് എന്ത്? തഖ്വ. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അദാബിനെ സൂക്ഷിക്കുക, അവൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹറാമുകൾ ഒഴിവാക്കുക, അള്ളാഹു ബാധ്യതയാക്കിയ ഫറായിദുകൾ ചെയ്യുക. എന്നാൽ തഖ്വ എന്തായി? ശരിയായി. പിന്നെ തഖ്വയുടെ വർധനവാണ് അയാൾ ഐച്ഛികമായ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക എന്നുള്ളത്. കുറഞ്ഞത് തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഹറാമുകൾ ഒഴിവാക്കണം, ഫറായിദുകൾ ചെയ്യണം. എന്നാൽ അയാൾക്ക് തഖ്വ ഉണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സംഇ വത്വാഅ, കേൾക്കുക, അനുസരിക്കുക. അപ്പോൾ തഖ്വ അള്ളാഹുവിനെ സൂക്ഷിക്കാനും നിങ്ങളുടെ നേതാക്കന്മാരെ കേട്ട് അനുസരിക്കുവാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വ ഇൻ തഅമ്മറ, ഇനി അമീറായി വന്നാലും ശരി. തഅമ്മറ എന്ന് പറഞ്ഞാൽ എന്താ? അമീറാവുക. അമ്ര എടുക്കുക എന്ന് പറഞ്ഞാൽ നേതാവാവുക. ഓ ഇൻ തഅമ്മറ അലൈക്കും, നിങ്ങളുടെ മേൽ അമീറായാലും ശരി. ആര്? അബുദുൻ, ഒരു അടിമ. ഹബശിയുൻ, എത്യോപ്യൻ, അബിസീനിയയിലെ അടിമ. വേറൊരു ഹദീസിൽ വന്നിട്ടുള്ളത് കഅന്ന റഅസഹു സബീബ, അയാളുടെ തല ഉണക്കമുന്തിരി പോലെ ആണെങ്കിലും. എന്തിനാണ് നബി തങ്ങൾ ഇങ്ങനെ ഉപമിച്ചത്? ഒരു അടിമ ഭരണാധികാരിയാകും, പക്ഷെ അയാൾ പിന്നെ ആകാൻ ഒരു സാധ്യത ഉള്ളത് എങ്ങനെയാണ്? അടിമ വംശജര് ആക്രമണം നടത്തുകയും അവിടെ അധികാരം അവർ ഉറപ്പിക്കുകയും ചെയ്തു. ഒരു അടിമ ഭരണാധികാരിയായെന്ന് സങ്കല്പിക്കുക. അയാൾക്ക് ബൈഅത്തുണ്ടായാൽ പിന്നെ എന്ത് നിർബന്ധമായി? കേൾക്കലും അനുസരിക്കലും നിർബന്ധമായി. മനസ്സിലായോ? അപ്പം നേരത്തെ പറഞ്ഞ അസലിലേക്ക് മടക്കണം. ഉലുൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫി ശൈഇൻ ഫർദു ഇലല്ലാഹി വറസൂൽ, അല്ലാത്തടത്തോളം അവരെ അനുസരിക്കേണ്ടി വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഒരു അടിമയാണെങ്കിൽ ശരി നിങ്ങൾ അനുസരിക്കുക. ഇതെന്തിനാണ് പറഞ്ഞത്? ശരിക്കും ഭരണാധികാരികളെ കൊണ്ടാണ് അമ്ന് സ്ഥാപിക്കപ്പെടുന്നത്. ഉലമാക്കൾ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞാണ്, ഒരു പിന്നെ ഉലാത്തുൽ ഉമൂറിനെ കൊണ്ട്, ഭരണാധികാരികളെ കൊണ്ട് ഉണ്ടാകുന്ന ഖൈറാണ് അവരെ കൊണ്ടുണ്ടാകുന്ന ഷർറിനേക്കാൾ മികച്ചത്. ചില ഭരണാധികാരികൾ അക്രമികളായിരിക്കും, നികുതി ഒരുപാട് ചുമത്തും, പ്രജകളെ പീഡിപ്പിക്കും. പക്ഷേ ആ ഭരണാധികാരി ഇല്ലാത്തൊരു സാഹചര്യം ചിന്തിച്ചു നോക്കിയാൽ ആ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെ പുകിലുകളായിരിക്കും അവിടെ ഉണ്ടാവുക? എന്ത് അമ്നാണ് കിട്ടുക? സ്ത്രീകൾ എങ്ങനെയാണ് പുറത്തിറങ്ങുക? പോലീസും പട്ടാളവും ഇതിന് നിയമപാലകരും ഇല്ലെങ്കിലുള്ള ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു ഭരണം ഇല്ലാതെ, നേതൃത്വം ഇല്ലാത്തൊരു സാഹചര്യം ഒരു നാട്ടിൽ വന്നാൽ കലുഷിതമായിരിക്കും. ഈ ഭരണാധികാരി അക്രമിയാണെങ്കിലും അതൊക്കെ എത്ര ഹദീസിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. നമ്മളെ സമയപരിമിതിയാണ്, ഒരുപാട് വിശദീകരണങ്ങൾ അഹ്ലുസുന്ന അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പോലും ഇത് ഉൾപ്പെടുത്തി. ഖവാരിജുകളുടെ ഷർറ് കാരണം ഈ വിഷയത്തിലാണ് ഖവാരിജുകൾ എന്ന് പറഞ്ഞ വിഭാഗം തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി പുറപ്പെടുന്നത്, അതിനു മുമ്പ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ വധിക്കുന്നത്, അതിനുശേഷം എല്ലാ ഭരണാധികാരികൾക്കുമെതിരെ അമവി കാലത്തും അബ്ബാസികളുടെ ഈ പിന്നെ ഖവാരിജുകൾ ഫിത്ന ഉണ്ടാക്കിയത്. അവരുടെ പല ആശയങ്ങളും ഇന്നും പല വിഭാഗങ്ങളും പേറുന്നുമുണ്ട്. ആലോചിക്കുക, ഈ ഖവാരിജുകളുടെ പ്രശ്നം ഇതായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായൊരു ഉപദേശം കൊടുക്കുകയാണ്, അങ്ങനെ ഒരു അടിമയാണ് നിങ്ങളുടെ അമീറായതെങ്കിൽ നിങ്ങൾ കേട്ടനുസരിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നഹു മയ്യ ഇഷ്മിൻകും, നിങ്ങളിൽ ആരാണോ ജീവിച്ചിരിക്കുന്നത്. വേറൊരു ഹദീസിൽ മിൻ ബഅദി എന്നുമുണ്ട്, എൻ്റെ കാലശേഷം എന്നുമുണ്ട്. അപ്പം ആരാണോ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് ഫസയറ ഇഖ്തിലാഫൻ കസീറ, അവൻ ധാരാളം ഇഖ്തിലാഫ് കാണും. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? ഇഖ്തിലാഫ് കാണും. അപ്പോൾ നബി ഉള്ള കാലത്തോളം എന്തുണ്ടാവില്ല? ഇഖ്തിലാഫ് ഉണ്ടാവില്ല. ഉണ്ടായാൽ അതാര് പരിഹരിച്ചു കൊടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവസാന വാക്കാണ്. അതിനുശേഷം ഇത് പലതും നിങ്ങൾ കണ്ടേക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നത്തി,
അപ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. ഞാൻ ഓടിച്ചർത്ഥം പറയാണ്. വസുന്നത്തിൽ ഖുലഫാ ഇർ-റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗം ലഭിച്ച റാഷിദീങ്ങളായ സച്ചരിതരായ ഖുലഫാക്കളുടെ, ഖലീഫ എന്നതിൻ്റെ ബഹുവചനമാണ് ഖുലഫാ, അവരുടെ സുന്നത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പിന്തുടരുക. അപ്പോൾ എൻ്റെ സുന്നത്തും ഈ ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്തും എടുക്കുക. ആരാണ് ഈ ഖുലഫാ റാഷിദീങ്ങൾ? 4 ഖലീഫമാരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഹസൻ റളിയല്ലാഹു അൻഹുവും ഖലീഫ റാഷിദാണ്. പക്ഷെ അദ്ദേഹത്തെ എണ്ണാറില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലം വളരെ 6 മാസക്കാലമായിരുന്നു. സ്വയം രാജിവെച്ചു സ്ഥാനഭ്രഷ്ടനായി മുസ്ലിം സമൂഹത്തെ ഒന്നിപ്പിച്ച ഒരു വലിയ സേവനം ചെയ്ത മഹാനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരക്കുട്ടി മുസ്ലിങ്ങളുടെ 2 വലിയ സമൂഹങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കും. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം ഷാം കേന്ദ്രീകരിച്ചും കൂഫ, മദീന ഇങ്ങനെയുള്ള ആസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണവും നിർവഹിക്കപ്പെടുമായിരുന്നു. മുസ്ലിങ്ങൾ 2 ഭരണ സംവിധാനമായി ഭിന്നിച്ചു. അതിൻ്റെ കുറേ കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെ ഐക്യപ്പെടുത്തിയത് ഈ മഹാനാണ് റളിയല്ലാഹു അൻഹു. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചാൽ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഖലീഫ റാഷിദാണെങ്കിലും എന്ത് ചെയ്യാറില്ല, പണ്ഡിതന്മാർ എന്നാറില്ല, കാലം കുറവായതുകൊണ്ടും അറിയപ്പെടാത്തതുണ്ട്, അത്ര ഭരണരംഗത്ത് അറിയപ്പെടാത്തതുണ്ട്. ഇനി ഇവിടെ 2 സിഫത്ത് പറഞ്ഞു ഖുലഫാക്കൾക്ക്. എന്താണ്? ഒന്ന് അർ-റാഷിദീൻ, 2 അൽ മഹ്ദിയീൻ. റഷാദ്, ഹിദായത്ത്, 2 കാര്യങ്ങളാണ്. മഹ്ദി എന്നതിൽ ഹിദായ, റാഷിദ് എന്നതിൽ റുഷ്ദ് അല്ലെങ്കിൽ റഷാദ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 സിഫത്ത് നബി നിങ്ങൾ വെറുതെ പറയില്ലല്ലോ, പറഞ്ഞെന്താ? റഷാദ് എന്ന് പറഞ്ഞാൽ അമലുകളിലാണ്, സ്വലാഹുൽ അമൽ, അവരുടെ പ്രവർത്തനങ്ങൾ ക്ലിയറാണ്. മഹ്ദിയീൻ എന്ന് പറയുമ്പോൾ സ്വലാഹുൽ ഇൽം, അവരുടെ വിജ്ഞാനവും ക്ലിയറാണ്. അപ്പോൾ അമലും ഇൽമും ശരിയായ ആളുകളായ ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരുടെ ചര്യ നിങ്ങൾ പിന്തുടരുക. എന്നിട്ട് പറഞ്ഞു അബ്ദു അലൈഹ ബിൻ നവാജിദ്. അബ്ദു എന്ന് പറഞ്ഞാൽ കടിക്കുക, കടിക്കുന്നതിനാണ് പറയാം. അബ്ദു അലൈഹ, ആ സുന്നത്തിന് മേൽ നിങ്ങൾ കടിക്കുക. എന്തുകൊണ്ട് കടിക്കുക? ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട്. നാജിദത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് നവാജിദ്. അണപ്പല്ലുകൾ കൊണ്ട് കടിക്കുക, കടിച്ചു പിടിക്കുക. എന്തിനാ അങ്ങനെ പറഞ്ഞ? സുന്നത്തിന് അണപ്പല്ലുണ്ട്. അത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഖുലഫാക്കളുടെ കാലം അതോടെ അവസാനിച്ചു. പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവോട് കൂടി മുലൂക്കിയത്താണ്, ഖിലാഫത്തുൽ മുൽക്കാണ് തുടങ്ങിയത്. ഖലീഫമാരുടെ കാലം അവിടെ തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടി വഴിയുള്ള സുന്നത്തിൽ സ്ഥിരപ്പെട്ട വിലായത്ത് 2 തരത്തിലുണ്ട്. വിലായത്തുൽ ഇഖ്തിയാർ, വിലായത്തുൽ ഇജ്ബാർ എന്നാണ് പണ്ഡിതന്മാർ പറയാം. ബലാത്കാരത്തിലൂടെ നേടുന്ന അധികാരവും മുസ്ലിം ഉമ്മത്ത് ഷൂറയിലൂടെ അതിൻ്റെ അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയും, തീരുമാനമെടുക്കാൻ യോഗ്യരായ ഷൂറകൾ ചേർന്ന് അവരിലെ യോഗ്യനെ തിരഞ്ഞെടുക്കുക. ആ രീതിയാണ് സുന്നത്തിലുള്ളത്. ആ രീതിയിലാണ് 4 ഖലീഫമാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റേത് ഒരു ഇജ്ബാറാണ്, ബലാത്കാരമുണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദാണ്. അഹ്ലുസുന്ന സഹാബിയാണ് അദ്ദേഹം, മഹാനാണ്, വഹിയെഴുത്തുകാരനാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിൽ തെറ്റുണ്ട് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത്. അലി റളിയല്ലാഹുവിൻ്റെ ഭാഗത്തെ വീക്ഷണമായിരുന്നു ശരി. മുആവിയ റളിയല്ലാഹുവിൻ്റെ തെറ്റിന് മാപ്പും അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദിന് പ്രതിഫലവും ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം സഹാബികൾ ഇജ്തിഹാദ് നടത്തും, ചിലപ്പോൾ അവർക്ക് തെറ്റിപ്പോവും. ഞാൻ നേരത്തെ പറഞ്ഞു, സഹാബികൾക്ക് എന്ത് പറ്റാം? തെറ്റ് പറ്റാം, ചെറുതും വലുതുമായ തെറ്റ് പറ്റാം. അപ്പോൾ ഖുലഫാക്കളെ നിശ്ചയിച്ചതെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞ ഖിലാഫത്ത് ഇവിടെ അവസാനിച്ചു അലി റളിയല്ലാഹുവിനോടുകൂടി 30 വർഷത്തോളം ഏകദേശം, നബിയുടെ വഫാത്ത് മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തുടങ്ങിയ മുലൂക്കിയത്താണ്. അതിനെ ഈ പറഞ്ഞ ഖിലാഫത്തിൽ എണ്ണാൻ പറ്റൂല. അപ്പോൾ ഇവിടെ ഖുലഫാ റാഷിദീങ്ങൾ കഴിഞ്ഞുപോയി. ചിലർ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഖിലാഫ റാഷിദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനത് നിരസിക്കുന്നില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഖിലാഫത്ത് എന്തിനോട് സാമ്യതയുണ്ട്? ഈ ഖലീഫമാരുടെ അത്ര പിന്നെ ശർഈയായ കാര്യങ്ങളെ പരിഗണിച്ചത് കൊണ്ടൊക്കെ മഹാൻ്റെ. ശരി, എന്താകട്ടെ. ഇപ്പം ഇതാണ് ഈ 4 ഖലീഫമാരാണ് ഇതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അബ്ദു അലൈഹ ബിൻ നവാജിദ് എന്ന് പറഞ്ഞു. നോക്കി അതിൻ്റെ ഊക്ക് നോക്കണം. ഒരു കാര്യം നമ്മൾ പിടിച്ചിങ്ങനെ പോകാൻ വേണ്ടി ഒന്നുകൂടെ പല്ലുകൊണ്ട് കടിച്ചാലോ, അണപ്പല്ല്, അത് അണപ്പല്ലുകൊണ്ട് കടിക്കുമ്പോൾ
ആ ഒരു പ്രയോഗ ശൈലി ആലോചിക്കുക. നിങ്ങൾ വിടരുത് എന്നാണ്, ഒരു കാരണവശാലും വിടരുത്. നമ്മൾ ഒന്നും കിട്ടില്ല, ലാസ്റ്റ് അണപ്പല്ലുണ്ടെങ്കിൽ ഒന്ന് കടിച്ച് പിടിക്കുന്ന അല്ലേ, കൈ കുഴയുമ്പോൾ ഒന്ന് കടിക്കാം. കാരണം ചിലപ്പോൾ കൈയും വിട്ടുപോകാൻ സാധ്യതയുണ്ട്, കൈ കുഴഞ്ഞു. എന്നാലും വിടരുത്. പല്ലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കടിച്ച് പിടിക്കണം. എന്തൊരു ഉപമയാണ്, മനോഹരമായ ഉപമയാണ്. കാരണം ഇത് നമ്മുടെ രക്ഷയുടെ മാർഗമാണ് സുന്നത്ത്. അപ്പോൾ ഈ ബാബുമായി യോജിക്കുകയാണ്. ബാബുൽ ഫിൽ അംരി ബിൽ മുഹാഫളത്തി അല സുന്നത്തി വാദാബിഹ. സുന്നത്തിന് അണപ്പല്ലുകൊണ്ട് കടിച്ച് പിടിക്കണം, അത് വിടരുത് നിങ്ങൾ. കാരണം രക്ഷയുടെ മാർഗമാണത്. ഒരു മഹത്തായ ഉപദേശമാണ് ഇതിലുള്ളത്. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്, വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇയ്യാക്കും എന്നൊരു പ്രയോഗമാണ്. നിങ്ങൾ കരുതുക, സൂക്ഷിക്കുക. എന്തിന്? വമുഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാകുന്നതിനെ. അൽ ഉമൂർ എന്ന് പറഞ്ഞാൽ ദീനിലെ മതകാര്യങ്ങളിൽ പുതുനിർമ്മിതികളെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിനെ പണ്ഡിതന്മാർ ഗ്രാമർ ഞാൻ ഒന്ന് പറയാണ്. മുഹ്ദസാത്തുൽ ഉമൂർ എന്ന് പറഞ്ഞാൽ ഇവാഫത്തു സിഫത്തി ഇലൽ മൗസൂഫ് എന്നാണ് പറയാം. അൽ ഉമൂറുൽ മുഹ്ദസ എന്നാണ് പുതിയ കാര്യങ്ങൾ. അതിനെ മറ്റൊരു ശൈലിയിൽ പറഞ്ഞാണ് ഉമൂറുകളിൽ മുഹ്ദസ, പുതിയതിനെ. ഒരു ഭാഷാപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങൾ പുതുതാണ്. ആ പുതുതായ കാര്യങ്ങളെ എന്ത് ചെയ്യുക? കരുതുക. കാരണം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഫൈന്ന കുല്ല, കാരണം തീർച്ചയായും കുല്ല ബിദഅത്തിൻ വലാല, എല്ലാ ബിദഅത്തും വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിദഅത്തിനെ എന്ത് ചെയ്തിട്ടില്ല? നല്ലത് എന്ന് പറഞ്ഞിട്ടില്ല. ബിദഅത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ കുല്ലു എന്നാണ് പ്രയോഗിച്ചത്. എല്ലാ ബിദഅത്തും വഴികേടാണ്. കുല്ലു വലാലത്തിൻ ഫിന്നാർ. ആ പദം ഇതിൽ വന്നിട്ടില്ല. അത് വേറെ ഹദീസുകൾ അവിടുത്തെ പ്രഭാഷണങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം മുഹ്ദസാത്തുകളും ബിദഅത്താണ്. പുതുതായി ദീനിലുണ്ടാക്കുന്നതൊക്കെ ബിദഅത്താണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ മഖ്തറഅ ബിഗൈരി മിസാലിൻ സാബിഖ് എന്നാണ്. ഒരു മുൻ മോഡലില്ലാതെ പുതിയൊരു കാര്യം ഉണ്ടാക്കുക. അതാണ് ഭാഷയിൽ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ. ഷറഇൽ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ ഷറഇൽ പ്രമാണങ്ങൾ അനുവാദം നൽകാത്തത് ദീനിൻ്റെ ഭാഗമായി കൊണ്ട് ചേർക്കുന്നതാണ് ഷറഇൽ ബിദഅത്ത് എന്ന് പറയാം. അതിൽ നല്ലതും ചീത്തയില്ല. എന്തേ ഉള്ളൂ? ചീത്തയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ബിദഅത്തിൻ വലാല, എല്ലാ ബിദഅത്തും വലാലത്ത്. ചിലർ പറഞ്ഞില്ല, നല്ലതും ഉണ്ട്. ആർക്കാണ് മറുപടി കൊടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാർക്ക് ഖത വന്നിട്ടുണ്ട്, സ്ഖലിതം. ചിലർ ഇമാം ഷാഫിയുടെ വാക്കിനെ പോലും എന്തുകൊണ്ട് വ്യാഖ്യാനിക്കാറുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു മാ വാഫഖ ശരീഅ ഫഹുവ ഹസന, സുന്നത്തിനോട് യോജിച്ചത് നല്ലതാണ്. അഥവാ അപ്പം എന്തായി അത് ബിദഅത്താവോ? പിന്നെ സുന്നത്തിനോട് യോജിച്ച പിന്നെ അതിനെ ബിദഅത്ത് എന്ന് പറയോ? ഇല്ല. പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാരാണ് ബിദഅത്തിൽ നല്ലതുണ്ടെന്ന് പറഞ്ഞത്. ഒരിക്കലുമില്ല. ബിദഅത്താണോ അത് പാടില്ല, വഴികേടാണ്. പിന്നെ ഒരു ശുബ്ഹത്ത് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഉമർ അള്ളാന് പറഞ്ഞില്ലേ, തറാവീഹ് പുനഃസംഘടിപ്പിച്ചല്ലോ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിന്നുപോയ ജമാഅത്തായ സ്വലാത്ത് തറാവീഹ് സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പരാമർശമുണ്ട്, നിഅ്മത്തിൽ ബിദഅത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദഅത്താണ്. സ്വഹിയാണ്. എന്താ എൻ്റെ അർത്ഥം? ശരിക്ക് ഈ ഷറഇൽ വിലക്കപ്പെട്ട ഒരു ഇനിയിപ്പം ബിദഅത്താണെന്ന് വെച്ചാൽ അത് ബിദഅത്താണോ തറാവീഹ്? അല്ല. അപ്പം എന്തായാലും ഉമർ അള്ളാൻ ഉദ്ദേശിച്ച ബിദഅത്ത് അതല്ല, നബി തങ്ങൾ വിലക്ക് എന്ന് പറഞ്ഞതല്ല. ഇനി ഇവർ പറയുന്ന നല്ല ബിദഅത്തുണ്ടെന്ന്, പക്ഷെ അവർ പറയുന്ന നല്ല ബിദഅത്ത് മുൻമാതൃക ഇല്ലാത്തതാണല്ലോ. പക്ഷെ ഇതോ മുൻമാതൃകയുണ്ട്. അപ്പം എന്തായാലും ഇവർ പറയുന്ന ബിദഅത്തല്ല ഉമർ അള്ളാൻ ഉദ്ദേശിച്ചത് 100%. എന്തുകൊണ്ടെന്നാൽ നല്ല ബിദഅത്തുണ്ടെന്ന് പറയുന്നവർക്കും മുൻമാതൃകയില്ല, അതവർ സമ്മതിക്കുന്നു. മുൻമാതൃക ഇല്ല. ഉമർ അള്ളാന് പറഞ്ഞ തറാവീഹിന് മുൻമാതൃക ഉണ്ട്. അപ്പം എന്തായാലും ഇവർ ഉദ്ദേശിച്ച ബിദഅത്തുമല്ല, നബി തങ്ങൾ വലാലത്ത് എന്ന് പറഞ്ഞ ബിദഅത്തുമല്ല. പിന്നെ എന്താ സംഭവം? സുന്നത്താണ്. ഉമർ അള്ളാഹുവിന് ബിദഅത്ത് എന്ന് ഉദ്ദേശിച്ചത് അതിന് പണ്ഡിതന്മാർ പറയുക, ഈ ഒന്ന് ഭാഷാപരമായി എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം, ഒരു പുതിയൊരു സംഭവം, നിന്നുപോയൊരു കാര്യത്തെ വീണ്ടും തുടങ്ങിയല്ലോ എന്നർത്ഥം. മനസ്സിലായോ? നിന്നുപോയി നിലച്ചു പോയിരണം, വീണ്ടും പുതുതായി തുടങ്ങിയല്ലോ എന്നുള്ളത്. പിന്നെ പണ്ഡിതന്മാർ പറയാ ബാബുൽ മുഷാക്കല എന്ന് പറയും. ഒന്നല്ലെങ്കിലും അതിനോട് സാമ്യപ്പെടുത്തി സംസാരിക്കുക. ഖുർആനിൽ കാണാം ഒരു ശൈലി, ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ,
തിന്മയ്ക്കുള്ള പ്രതിഫലം അതുപോലുള്ള തിന്മയാകുന്നു. ശ്രദ്ധിച്ചോ? ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ. കുറ്റം ചെയ്ത തിന്മ ചെയ്ത ആൾക്ക് അയാൾക്കുള്ള ജസാ കൂലി പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു തിന്മയാണ്. അത് അയാളെ ശിക്ഷിക്കുക എന്നതാണ്. ശിക്ഷ തിന്മയാണോ? ശിക്ഷ തിന്മയാണോ? ഒരാൾ കുറ്റക്കാരനെ ശിക്ഷിക്കുക നീതിയല്ലേ? അത് നീതിയല്ലേ? മാപ്പ് കൊടുക്കുക എന്നുള്ള വേറെ, കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുക എന്നുള്ള നീതിയാണ്. അതിൻ്റെ പേരിൽ ഒരു അക്രമം ചെയ്തു എന്ന് പറയാം ആരെങ്കിലും? കുറ്റം ചെയ്തവനെ ശിക്ഷിച്ച നീ ചെയ്തത് വല്ലാത്തൊരു അന്യായമായിപ്പോയി എന്ന് പറയാം? ഇല്ല. കാരണം കുറ്റം ചെയ്തത് കൊണ്ടാണ് ശിക്ഷ കിട്ടിയത്. അള്ളാഹു താല കുറ്റവാളികളെ കുറിച്ച് പറഞ്ഞാണ് ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ. പക്ഷേ ശിക്ഷ നടപ്പിലാക്കുന്ന നീതി അള്ളാഹു എന്താ പറഞ്ഞത്? സയ്യിഅ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പിടിയിട്ടുണ്ടോ? സയ്യിഅത്തല്ലാത്ത ഒരു കാര്യത്തെ സയ്യിഅത്ത് എന്ന് പ്രയോഗിക്കുക അറബികളുടെ ശൈലിയുണ്ട്. ഒരു കാര്യം അതല്ലെങ്കിലും ആ ഒരു വിഷയം പറയവേ എന്ത് ചെയ്യുക? അതേ ഒരു പേര് ചാർത്തി കൊടുക്കുക. നീ എനിക്കിട്ടൊരു പണിയെന്ന് ഞാനൊരു പണിയെന്ന് പറയും. നീ എന്നോട് വഞ്ചന കാണിച്ചു, ഞാൻ പിടിച്ച ഒരു വഞ്ചന എന്ന് പറയില്ലേ? പക്ഷെ തിരിച്ചു കൊടുക്കുന്ന വഞ്ചനയല്ല, അവന് കൊടുക്കുന്ന പണിഷ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ബിദ്അത്ത് എന്ന് ഉമർ അള്ളാഹ് പറഞ്ഞാൽ എന്താ? സാധാരണ ബിദ്അത്തുകൾ ദീനിൽ വരാം, പക്ഷേ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം ചെയ്യേണ്ടത്. അത് ഉള്ളതിനെ കൊണ്ട് പൊടി തട്ടിയെടുക്കുകയാണ് വേണ്ടത്, ഇല്ലാത്തത് കൊണ്ടുവരലല്ല. മനസ്സിലാണ്? ഉമർ അള്ളാഹ് അതാണ് ഉദ്ദേശിച്ചത്. അതെങ്ങനെ പോയാലും നല്ല ബിദ്അത്തുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് നബിദിനം ആഘോഷിക്കാനും പിന്നെ മൗലിദ് കഴിക്കാനും ഇല്ലാത്ത അനാചാരങ്ങൾ ഖുറാഫത്തുകൾ കൊണ്ടുവരുന്നവരൊക്കെ ഈ ഒരു പദം എത്രയോ വ്യക്തമായ സുവ്യക്തമായ എന്നല്ല ഉമർ റളിയല്ലാഹുവിന്റെ തന്നെ നിലപാടുകൾ ബിദ്അത്തിനെതിരെ ഉണ്ടായിരിക്കെ സംശയം തോന്നിപ്പിക്കുന്ന ഒരു അരവാചകം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദീനിൽ ഇത്രമാത്രം സംഭവങ്ങൾക്ക് തെളിവ് പിടിക്കുന്നത്. എന്തൊരു ബുദ്ധിശൂന്യമാണ്. അപ്പോൾ അത് ശരിയല്ല. മഹത്തുക്കളാരും അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അർത്ഥമല്ലേ? ഹദീസ് തീർക്കണമെന്നുണ്ടായിരുന്നു, തീരുന്നില്ല. ദൗറ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമലാക്കുവാൻ തൗഫീഖ് മാറാകട്ടെ. അമലാണ് പ്രധാനം. കൂടുതൽ ഇൽമ നേടാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവേകം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ചോദ്യം ഞങ്ങളുടെ ഒരു ചെറിയ ചോദ്യം വരട്ടെ അല്ലേ? അല്ലേ? ഇടയ്ക്ക് പറഞ്ഞ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാണ്. അപ്പോൾ അത് പറയാൻ നോക്കാം. ഒരു ഇതിൽ പറഞ്ഞു അല്ലാഹു തആല 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുക്കുന്നു എന്ന് പറഞ്ഞു. ആ 3 കാര്യങ്ങളൊന്ന് പറയാമോ? കൈവെക്കുക, അറിയുന്നവർ കൈവെക്കുക. ഒരു ഹദീസിൽ പറഞ്ഞു, നമ്മൾ ഒന്നാമത്തെ ഹദീസ് വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞാണ് അള്ളാഹു 3 പറഞ്ഞു. അയ്യോ ബാറകല്ലാഹു ഫീക്. അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്.